कृष्णं भद्रं जय नरसिंह श्री नरसिंह जय जय नरसिंह जय प्रहलादेश जया पद्ममुख मुख पद्मभृंग भक्ति विघ्नविनाश नरसिंह भगवान की जय भक्त प्रहलाद महाराज की जय गुरुदेव महाराज की जय श्रील प्रभात की जय गरु प्रमानंदे हरि हरि बोल हरे कृष्ण सर्व कृष्णार्पणमस्तु എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം ഹരേ കൃഷ്ണ രതിദേവി മാതാജി ഹരേ കൃഷ്ണ മല്ലിക മാതാജി ഹരേ കൃഷ്ണ സുജന മാതാജി ഹരേ കൃഷ്ണ രമ മാതാജി ഹരേ കൃഷ്ണ ഗീത മാതാജി हरे कृष्ण माताजी हरे कृष्णा सदी माताजी हरे कृष्णा माताजी हरे कृष्णा लाइला माताजी हरे कृष्णा भारती माताजी हरे कृष्णा पद्मा माताजी हरे कृष्ण प्रभु हरे कृष्ण हरे कृष्णा हरे कृष्णा എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഹരേ കൃഷ്ണ. നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് എന്താണ് രണ്ടു മൂന്ന് വിശേഷപ്പെട്ട ചടങ്ങുകൾ നടന്നിരുന്നതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഖേദപൂർവ്വം അറിയിക്കുന്ന കാര്യം, ഏതെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ക്ലാസ് ക്യാൻസൽ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു. ഓൺലൈൻ വെക്കാനായിട്ടുള്ള സാഹചര്യക്കുറവ് ഉള്ളത് കൊണ്ടാണത്. നമ്മുടെ ഗുരുവായൂരപ്പന്റെ അവിടെ അടുത്ത് എനിക്ക് എന്താ പറഞ്ഞ ജന്മത്തിൽ എന്തോ ചെയ്ത സുഹൃതം കൊണ്ട് എനിക്ക് ഒരു ഭാഗ്യം കിട്ടി. അവിടെ അഷ്ടമിരോഹിണി കൂടാനും അതുപോലെ ഗുരുവായൂരപ്പന്റെ അടുത്ത് താമസിക്കാനായിട്ട് ഭഗവാനായിട്ട് ഭക്തരുമായിട്ട് ഒരു 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 വീട് ശരിയാക്കി തന്നതൊക്കെ തന്നെ അതൊരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെല്ലാം ഇനിയും ഉണ്ടാകണം. അപ്പം അതിൽ ഒരുപാട് പേര് പങ്കെടുത്തു. അവർക്കൊക്കെ ഞാൻ നേരിട്ട് വന്ന് പങ്കെടുത്തവർക്കൊക്കെ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് യാതനകളൊക്കെ സഹിച്ചിട്ട് അവരെത്തി. വിലാസിനി മാതാജിയൊക്കെ അവിടെ 3-4 ദിവസം സ്റ്റേ ചെയ്തു. 3 പേര്, ലൈല മാതാജി, അങ്ങനെ അവര് തന്നെ ലളിത മാതാജി, അങ്ങനെ 3 പേര് വന്നിരുന്നു. പിന്നെ സതിമാതാജിയെ കാണാൻ പറ്റി. അവിടെ വെച്ചിട്ട് അയ്യന്തോൾ സത്സംഗത്തിൽ വെച്ചിട്ട് കാണാൻ പറ്റി. അങ്ങനെ പലരെയും കാണാൻ പറ്റി. അതുപോലെ തന്നെ നമ്മള് വളരെ ചില വിശിഷ്ട വ്യക്തികൾ, എൻ്റെ ഗുരുപ്രഭു അവിടെ എത്തിച്ചേർന്നു, തലേദിവസം തന്നെ എത്തിച്ചേർന്നു. അങ്ങനെ ഒരുപാട് സംഭവവികാസങ്ങൾ. ഒരു 3 ദിവസത്തെ അവധിക്ക് അവിടെ പോയതാണ്. ഇങ്ങോട്ട് വന്നിട്ട് ഓഫീസിലും ഭയങ്കര തിരക്കായി അങ്ങനെ ഒരു രീതിയിൽ നിൽക്കുകയാണ്. ഗീതാ മാതാജി ഹരേ കൃഷ്ണ. എല്ലാം ശരിയായ മാതാജി? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് മോൾക്ക് ഇപ്പം? മോളുടെ മുറിവല്ല ഒട്ടി ശരിയായി. അതെയല്ലേ? എന്തായാലും ഭഗവാന്റെ അടുക്ക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം ശരിയായി വരട്ടെ. എല്ലാ കാര്യങ്ങളും നേരത്തെ വരുമ്പോ എല്ലാം കൂടെ ഒന്നിച്ചേ വരുള്ളല്ലോ. വന്നപ്പോ എല്ലാം കൂടി ഒരുമിച്ച് വന്നല്ലേ? അതാണ്. അപ്പം പ്രഭുവിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടു, വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. ഞങ്ങൾക്ക് അങ്ങനെയെങ്കിലും കാണാൻ പറ്റി ഫോട്ടോസും കീർത്തനങ്ങളും. അതെ, ക്ലാസിന്റെ അതേ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. ഒരു വൈകുണ്ഠേശ്വര പ്രഭു ക്ലാസ് എടുത്തായിരുന്നു ഗുരുവായൂർ ഇസ്കോണിലെ. അതൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഗുരുപ്രഭു എടുത്തായിരുന്നു. അത് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സ്മിത മാതാജിയാണ് അത് റെക്കോർഡ് ചെയ്തത്. സ്മിത മാതാജി ഇട്ടിട്ടില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ജന്മാഷ്ടമി കൂടി. അവിടെ ജന്മാഷ്ടമിക്ക് 2-3 പേര് തിരുവനന്തപുരത്ത് വന്നവർക്കൊക്കെ ഒരു കൃഷ്ണാനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മെസ്സേജ് കിട്ടും. വളരെയധികം സന്തോഷം തോന്നി. കാര്യം എന്താ പറയുക, ഞാനേ കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ നായർ ബാലാമണിയായിട്ട് വന്ന് നമ്മൾ നന്ദനത്തിൽ ആൾക്കാര് കളിയാക്കി പറയെങ്കിലും അങ്ങനത്തെ അനുഭവം നേരിട്ടുണ്ടായ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വളരെ വളരെ സന്തോഷം തോന്നി. കാര്യം അത്രയും തിരക്കുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെ ഭഗവാനെ കാണുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. കാര്യം എനിക്ക് തോന്നുന്നത് നമ്മളൊന്ന് ശ്രമിച്ചിരുന്നേ കിട്ടിയാനെന്ന് ഓർത്തു. നമ്മളെ തിരക്കല്ലേന്ന് വെച്ച് നമ്മള് വേറെ സത്സംഗത്തിലും വേറെ ചുറ്റോടി ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം നമ്മൾ പോയി. ഇവിടെ അധികം തിരക്കായിരുന്നു. അധികം നേരം നമ്മൾ നിന്നുമില്ല ഭഗവാന്റെ അടുക്ക്. ഭയങ്കര തിരക്ക. വണ്ടി ഇടാനും ഒക്കെ തന്നെ ബുദ്ധിമുട്ട്. ഒരു 4-5 കിലോമീറ്റർ മാറ്റിയാണ് വണ്ടി വല്ലതും പാർക്കിംഗ് കിട്ടിയത്. പിന്നെ അവിടുന്ന് നടന്ന് ഓട്ടോയിലൊക്കെ ആയിട്ട് വന്നെത്തി. അപ്പം നമ്മൾ ആ തിരക്ക് പ്രമാണിച്ച് നമ്മൾ അവിടുന്ന് ഒഴിഞ്ഞു കൊടുത്തു. പക്ഷെ ഭഗവാനെ കാണണമെന്ന് ശരിക്കും ആഗ്രഹിച്ചിരുന്ന 2 മാതാജിമാര് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാണ്. അവരിപ്പൊ കയറിയിട്ടില്ല. അവർ തിരുവനന്തപുരത്ത് നിന്ന് വന്നവരാണ്. അവര് എന്താ പറയുന്നത്, ഒരു സെക്യൂരിറ്റിക്കാരും തടഞ്ഞില്ല. അവര് നേരെ വന്ന വരവിന്, കുളി കഴിഞ്ഞ് നേരെ വന്ന വരവിന് ഭഗവാന്റെ അടുക്ക് പോയി. ഇതുവരെ ഉണ്ടാകാത്ത പോലത്തെ ഒരു ദർശനം കിട്ടിയെന്ന് പറഞ്ഞു ഭഗവാന്റെ അടുക്കൽ. അപ്പൊ എനിക്ക് കേട്ടിട്ട് ഞാൻ ആദ്യം മാതാജി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഭാരതി മാതാജി. അപ്പൊ അങ്ങനെ ആ
രണ്ട് മാതാജിമാരെ എൻ്റെ അടുക്ക് ഫോൺ വിളിച്ചിട്ട് ഞാനപ്പോൾ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് ദർശനം കഴിഞ്ഞു പ്രഭുവിന്റെ വീട്ടിലോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോവാറായി, ഓൾറെഡി ഓൺ ദ വേ ആണ്, നിങ്ങൾ ഇനി ട്രെയിൻ കിട്ടിയതിന് പൊക്കോ. എന്നെ കാണുക എന്നുള്ളതല്ലല്ലോ പ്രധാനപ്പെട്ട ഇത്, നിങ്ങൾ ഭഗവാനെ ആണല്ലോ കാണേണ്ടത്. ഞാനൊരു അതിലൊന്നുമല്ല, ഏഴാങ്കുലിയായി എന്നെ കണ്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഭഗവാന്റെ ദർശനം കിട്ടുക. അപ്പൊ ഭഗവാന്റെ ദർശനം കിട്ടിയ കാര്യം പറയാനും കൂടെ വിളിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞു കേട്ടപ്പോഴത്തേന് എനിക്ക് എൻ്റെ ഈ യാത്രയിലൊക്കെ ഇത്രയും പാടുപെട്ട് കഷ്ടപ്പെട്ടൊക്കെ അതിന്റെ എല്ലാം ഒരു പൂർത്തീകരണം വന്നത് അത് കേട്ടപ്പോഴാണ് എനിക്ക്. കാര്യം അവര് പോലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഒരു സെക്യൂരിറ്റിക്കാർ അവിടെ നിന്നു, അവരാരും കണ്ടില്ല. ഇവര് നേരെ വന്ന വരവിന് അങ്ങ് കയറിപ്പോയെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ കൊടിമരത്തിന്റെ അവിടെ പോലെ നിൽക്കാനായിട്ട് നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥ, ഒരു കാല് ചവിട്ടാൻ ഇടയില്ലാത്ത അവസ്ഥയിൽ നമ്മളെ ആരൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്ന അതായിരുന്നു. നിലത്ത് ചവിട്ടണ്ട, ആൾക്കാരെ നമ്മളെ എടുത്തുകൊണ്ട് പൊക്കോളൂ. ആ ഒരു അവസ്ഥയിൽ നിന്ന സമയത്ത് ഇവര് അവിടെ അകത്ത് കയറി. ഇത്രയും നാളും അവർ പോയിട്ട് എല്ലാ മാസവും പോകാറുള്ളതാണ് ഭഗവാന്റെ ദർശനത്തിന്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ദർശനം അവർക്ക് കിട്ടിയെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ അങ്ങനെ അവരെന്നെ ഒരു സുദർശനാമയോ അങ്ങനെ പറഞ്ഞ അമ്മ കൃഷ്ണനുമായിട്ട് അവിടെ വന്ന് കണ്ടു. അപ്പൊ എനിക്കായിട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയോ കൊണ്ടുവന്നിരുന്നു, അത് അവരെ സുദർശനാമയുടെ കൃഷ്ണന് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കൃഷ്ണനെ ആയിട്ടൊക്കെ നടക്കുന്ന മാതാജി അറിയത്തില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? എപ്പോഴും ഭഗവാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ മാതാജിയെ കണ്ടു, അവർക്ക് അത് കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങള് ഭഗവാന്റെ അടുക്കലും അതുപോലെ തന്നെ വിഷ്ണുവിന്റെ അടുക്ക വെച്ച് വിഷ്ണുവിന്റെ അടുക്ക പൂജാരി എടുത്ത് നേരെ അനന്തപത്മനാഭന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ അന്നുണ്ടായെന്ന് പറയും. അപ്പൊ അത് ഒന്ന് സൗഭാഗ്യവതി കലാ മാതാജി, ഒന്ന് ബിന്ദു വിക്രമൻ മാതാജി. അപ്പം എനിക്ക് അവരെ ഓർത്തിട്ട് അഭിമാനം തോന്നുന്നു ശരിക്കും പറഞ്ഞു. ട്രെയിനിൽ വരുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പോകുന്ന ട്രെയിനിൽ തന്നെ അവർ തിരിച്ചു വന്നായിരുന്നു, ഞങ്ങൾ കണ്ടു. കണ്ടല്ലേ? അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോ വളരെയധികം സന്തോഷം തോന്നി. പിന്നെ ആദ്യമേ കിട്ടത്തില്ലെന്ന് വിചാരിച്ച് ടിക്കറ്റ് എടുത്ത് കണ്ടു. പിന്നെ അതിനുശേഷം വീണ്ടും നമുക്ക് ദർശനം കിട്ടി, വീണ്ടും പോകാൻ പറ്റി. അതെല്ലേ, മാതാജിക്ക് അകത്ത് കയറി അന്നത്തെ ദിവസം കിട്ടിയായിരുന്നു ദർശനം? അന്നത്തെ ദിവസം ഞങ്ങള് കിട്ടത്തില്ലെന്ന് വിചാരിച്ച് ടിക്കറ്റ് എടുത്ത് കയറി. ടിക്കറ്റ് എടുത്ത് കയറിയതിന് ശേഷം വന്ന് നിന്നപ്പം വീണ്ടും ദർശനം കിട്ടി. ഞങ്ങളുടെ 2 പ്രാവശ്യം കയറാൻ പറ്റി അന്നത്തെ ദിവസം അല്ലേ? ശരി, ഹരി ബോൾ, ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ എനിക്ക് അതുപോലെ തന്നെ സൗത്ത് വൃന്ദാവൻ ടെമ്പിളിൽ പോകാനായിട്ട് പറ്റി. അതുപോലെ തന്നെ അയ്യന്തോൾ സത്സംഗത്തിൽ കൂടാൻ പറ്റി. അങ്ങനെ കുറെ സംഭവങ്ങൾ നടന്നു. ഈ 3 ദിവസത്തിനൊക്കെ എന്തൊക്കെ നടന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. വെറും 3 ദിവസം അവധിക്ക് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു. എനിക്ക് എന്താ പറയാ, സ്വപ്നമാണെന്ന് ഇപ്പോഴും ഞാൻ എൻ്റെ കയ്യിലൊക്കെ ഞുള്ളി നോക്കുവാണ്. ഇതൊക്കെ നടന്നത്, ഇതൊക്കെ ഒരു അത്ഭുതം, എന്തോ മിറാക്കിൾ ഭഗവാന്റെ ഒരു മായയാണോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് ശരിക്കും. കൊണ്ട് ഞങ്ങൾ വന്നു, ഇതിനു വേണ്ടി വന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആ സമയത്തും സമയത്ത് ഭഗവാനെ കാണാനും പറ്റി. പ്രഭു വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് വരൂലായിരുന്നു. തിരക്കാണെന്ന് എല്ലാവരും മാറി നിൽക്കുന്നതാണ്. നമ്മളെല്ലാം സാധാരണ രീതിയിൽ തിരക്കാണെന്ന് മാറി നിൽക്കുന്നതാണ്. അപ്പം വിലാസിനി മാതാജി ഒക്കെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അവർക്ക് ആ കൂട്ടത്തിലുള്ള സൗഭാഗ്യവതി കാല മാതാജിയുടെ ഉറച്ച ഒരു തീരുമാനമായിരുന്നു അഷ്ടമിരോഹിന്റെ അന്ന് ഭഗവാന്റെ അടുക്കൽ ഒന്ന് തൊഴണം. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അവരതിനു വേണ്ടിയിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അങ്ങനെ അവർക്ക് ആ ഒരു ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുത്തു. കാര്യം ആ ഒരു പ്രദേശത്തു കൂടി നമ്മളെ നടത്താനായിട്ട് അനുവദിക്കത്തില്ലാത്ത ഒരു സന്ദർഭത്തിലാണ് ഇവര് കയറിപ്പോയതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഓക്കെ. അതുപോലെ നമ്മള് ആ ഭഗവാന്റെ ആ ഒരു അന്ന് അതിനുവേണ്ടി പ്രത്യേകിച്ച് നമുക്ക് ജന്മാഷ്ടമിയുടെ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും ഭഗവാന്റെ പാസ്റ്റ് ടൈംസ്, ഭഗവാന്റെ ആ ഒരു പിറവി, അതിനെപ്പറ്റി ഒരു ചെറിയ 5 മിനിറ്റ് നേരത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് അറിയാം ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താ പറയുന്നത്, ജനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അദ്ദേഹത്തിന്? ആരെങ്കിലും ഭഗവാൻ ജനിച്ചു എന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? ഭഗവാന്റെ പിറന്നാള് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുമോ? കൊണ്ട് വിശ്വസിക്കുന്നവരുണ്ടോ? ഭഗവാന് ജനനവും മരണവും ഇല്ല, പിറവിയും ഇല്ല അല്ലെ? ഭഗവാൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഡയറക്ട്ലി ആ സ്വർഗാരോഹണമൊക്കെ പറയുന്ന സന്ദർഭത്തിൽ ചില ഭാഗവത ആചാര്യന്മാരൊക്കെ ഭഗവാൻ മരിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് അതിനോട് തീരെ യോജിപ്പില്ല, പ്രത്യേകിച്ച് കൃഷ്ണാഭോഗത്തിൽ. കാര്യം ഭഗവാന് ജനനവും ഇല്ല മരണവും ഇല്ലാത്ത വ്യക്തിയാണ് അല്ലെ? ഭഗവാൻ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഉദരത്തിൽ
ജനിക്കുന്ന ഒരാളാണോ? കാര്യം സർവ്വചരാചരങ്ങളും ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും ഒക്കെ തന്നെ ഭഗവാന്റെ ഉദരത്തിലാണ് ഇരിക്കുന്നത്, അല്ലേ? അല്ലെ, നമ്മൾ ആ ദാമോദര ലീലയെ കണ്ടായിരുന്നു. അതായത് ഈ സർവ്വ ചരാചരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ഉദരം, അതായത് ഒരു സാധാരണ ഒരു സ്ത്രീ ബന്ധിച്ചു, അല്ലെ, കയറുകൊണ്ട് ബന്ധിച്ചു, അങ്ങനെയാണല്ലോ ദാമം കൊണ്ട് ബന്ധിച്ച് ഉദരത്തിൽ ബന്ധിച്ചുകൊണ്ടായുള്ള ഭഗവാന് ദാമോദരൻ എന്നുള്ള പേര് വന്നത്. അപ്പൊ അങ്ങനെ വളരെ സാധാരണപ്പെട്ട ഒരു സ്ത്രീ ഭഗവാനെ ബന്ധിച്ചു. എങ്ങനെ? ഇത്രയും വലിയ പ്രപഞ്ചങ്ങളൊക്കെ ഉള്ളിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാനെ. അപ്പൊ സ്നേഹം, വാത്സല്യം, അല്ലെ ഭക്തി, ഇതുകൊണ്ട് മാത്രമേ ഭഗവാനെ ബന്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഭഗവാന് ജനനവും ഇല്ല, മരണവും ഇല്ല. പിന്നെ നമ്മൾ ഈ കണ്ടതൊക്കെയോ അഷ്ടമിരോഹിണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഭഗവാൻ ആ ഒരു ലീല ആടാനായിട്ട് വന്നു. ഭഗവാൻ ലീല ആടാൻ്റെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഭഗവാൻ ഈ കാര്യമൊക്കെ അവിടെ ഇരുന്ന് നേരെ വൈകുണ്ഠത്തിൽ അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിൽ ഇരുന്നിട്ട് ഒന്ന് കണ്ണടച്ച് തുറക്കേണ്ട സാഹചര്യങ്ങളേ ഉള്ളൂ, ഈ പറയുന്ന അസുരന്മാരെ വധിക്കണേലും ഒക്കെ തന്നെ. പക്ഷെ ഭഗവാന്റെ ഓരോ അവതാരങ്ങളും കാണാം, ആ ഭക്തജനങ്ങളുമായിട്ടുള്ള രമിക്കാനായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു എന്താ പറയുന്ന ഒരു ആസക്തി, ഭഗവാന് ആസക്തി തീരത്തില്ല. ഭഗവാന് ഭയങ്കര കൊതിയാണ്, അല്ലെ? അതുകൊണ്ട് എന്താണ് ഭഗവാൻ നമ്മൾ അവതരിച്ചു അല്ലെങ്കിൽ ഭഗവാൻ പിറന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പം ഭഗവാന് ജനനവും ഇല്ല, മരണവും ഇല്ല. അപ്പൊ ഭഗവാന്റെ ഈ പിറന്നാളായിട്ട് ഭഗവാന്റെ അച്ഛനും അമ്മയും, അതായത് ലോകത്തിലുള്ള എല്ലാവരുടെയും അച്ഛന്റെയും അമ്മയും ആയിട്ടുള്ള ഭഗവാന് എന്താ പറയുന്ന ആ ഒരു ലീല ആടാൻ വേണ്ടിയിട്ട് ഒരു അച്ഛനും അമ്മയും ഉണ്ടായി. പക്ഷെ അവര് എങ്ങനെയുള്ളവരായിരുന്നു? അവര് എന്താണ് ജന്മജന്മാന്തരങ്ങളായിട്ട് ഭഗവാനെ പുത്രനായിട്ട് കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചിരുന്ന ആൾക്കാരാണ്, സാധാരണ വ്യക്തികളല്ല. അത് കഴിഞ്ഞിട്ട് അവരുടെ അനുഭവം എന്തായിരുന്നു എന്നും നമ്മൾ കണ്ടിരുന്നു, അല്ലെ? അപ്പൊ ദേവകി മാതാവ് അനുഭവിച്ച ക്ലേശത്തിന് കൈയും കണക്കുമില്ല. ഭഗവാൻ മകനായിട്ട് പിറന്നിട്ട് കൂടി. ഞാൻ ഇന്നൊരു മാതാജിയുടെ കുറച്ചു മുൻപ് ഒരു മെസ്സേജ് കേട്ടിരുന്നേ ഉള്ളൂ. കാര്യം അധികമായിട്ടില്ല കൃഷ്ണാഭോഗത്തിലേക്ക് വന്നിട്ട്. അപ്പൊ അവരുടേതായ രീതിയിലുള്ള ഒരു ക്ലാസ് എനിക്ക് അവരെടുക്കുമായിരുന്നു. അതായത് നിങ്ങൾ എന്താ പറഞ്ഞു, വീടും കുടുംബം എല്ലാം ഉപേക്ഷിച്ചിട്ട് എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്ന് ആ ഒരു ഭ്രാന്തി പിടിച്ച് നടക്കുന്ന ഒരവസ്ഥ, അതിനോട് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറെ എനിക്ക് ഒരു ലെക്ചർ തന്നെ ചെയ്തു. വളരെ വലിയൊരു ലെക്ചർ ചെയ്തു എനിക്കൊരു. അങ്ങനെ എപ്പോഴും ഈ ഇതുണ്ടായി, എന്നാ മലവെള്ളപ്പാച്ചിൽ, എന്താ ഉരുൾപൊട്ടലുണ്ടായി, ഭഗവാൻ എന്ത് ചെയ്തു? അതുപോലെ തന്നെ ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വലിയ വലിയ ആചാര്യന്മാരും ഒക്കെ നിങ്ങളുടെ വലിയ ആൾക്കാരുണ്ടല്ലോ, അവര് പേടിച്ചിട്ട് പുറത്തിറങ്ങാതിരുന്നല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. അവരുടെ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഉള്ള ഒരു പ്രഭാഷണമായിരുന്നു, നീണ്ട പ്രഭാഷണം. അപ്പൊ അത് ഞാൻ കേട്ട് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് മറുപടി കൊടുത്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്ഞാനമില്ലാതെ നമ്മൾ എന്തെങ്കിലും അതും ഇതും അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ടിട്ട്, ഞാൻ നിങ്ങളോട് ആരുടെയും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ ഉപേക്ഷിക്കാനും സമയം മുഴുവൻ ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ട് നടക്കാൻ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കൈ പൊക്കുക. ഇല്ലല്ലോ, അല്ലേ? നമ്മൾ സദാഹരി ആയിരിക്കുന്നത്. നമ്മൾ ഏത് പ്രവൃത്തിയിലും നമ്മള് ഭഗവാനെ മുൻനിർത്തി ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നമ്മൾ എന്ത് പ്രവൃത്തി, നമ്മളിപ്പോ ജീവിക്കുന്ന പോലെ അങ്ങ് ജീവിച്ചാൽ മതി. അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, അതിൽ യാതൊരു കുഴപ്പമില്ല. നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഭഗവാനെ മുന്നിൽ നിർത്തി ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ ഫലം ഭഗവാൻ അങ്ങ് ഏറ്റെടുക്കുന്നു, അല്ലെ? അതായത് അത് പ്രവൃത്തിക്ക് ഫലമില്ലാതായി തീരുന്നു, കർമ്മരഹിതമായി മാറുന്നു. ബാക്കിയുള്ള എല്ലാ പ്രവൃത്തിക്കും കർമ്മമുണ്ട്, അല്ലെ? എന്ത് ചെയ്തു കഴിഞ്ഞാലും കർമ്മമുണ്ട്. നമ്മൾ ആ കർമ്മ മീമാംസയിലേക്ക് പോയി എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് ന്യൂട്ടൺസ് ലോ ഈ ഭഗവത്ഗീതയിൽ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നതാണ്. നമ്മൾ ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊരു പ്രവൃത്തിക്കും ഫലമുണ്ട്. അപ്പൊ ഭഗവാനായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും ഫലമില്ല. നമ്മൾ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യാനായിട്ടല്ലേ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഫലം പ്രതീക്ഷിക്കുക. ഫലം എന്താണ്? ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പ്രവൃത്തി എന്താണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കർമ്മമായി മാറി. എന്ത് പ്രവൃത്തിയും, അതായത് നമ്മൾ പഠിക്കുന്നതും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ നമ്മളുടെ ഓരോ ദിവസത്തെ ഓരോ ദിനചര്യകളിലും നമ്മൾ ഭഗവാനെ കൂടെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളുടെ ആ പ്രവൃത്തികൾക്കൊന്നും ഫലമില്ല. അല്ലാതെ ചെയ്യുന്നതെല്ലാം നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ അതിന്റെ പ്രതിപ്രവർത്തനം ഉണ്ടാകും. അപ്പൊ ഇത്രയേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ. ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ പഠിക്കുക, ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ പറയാറുള്ളൂ ഇവിടെ. ഒരാളോട് സന്യാസം എടുക്കാനായിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ സന്യാസിയായി വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട്?
ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനും ഗൃഹസ്ഥനായിട്ടാണ് താമസിക്കുന്നത് ഇപ്പോഴും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരാളോടും എൻ്റെ ഏതെങ്കിലും ഒരു യൂട്യൂബിൽ നിങ്ങൾക്കിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതെടുത്ത് നോക്കാം. ഞാൻ ഒരാളോടും അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ വീടിനെയും വീട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്താ പറയുക, ഏത് സമയവും ഹരേ കൃഷ്ണ ജപം, ബാക്കി ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ആ പ്രവൃത്തികൾക്കൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാകും. ഒരു മൃഗതുല്യമായിട്ടുള്ള ഒരു ജീവിതമല്ല നമ്മൾ നയിക്കേണ്ടത്. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നമ്മൾക്ക് എങ്ങോട്ട് പോകണം, നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ അറിയാൻ വയ്യാതെ എവിടുന്നു അവിടെ നിന്നൊക്കെ കേട്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ വലിയ നോളേജ് ഉള്ള ആളാണ്, എനിക്ക് കുറെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കേട്ട കുറെ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾ എന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടാകും. കാര്യം ഇവരൊക്കെ മനസ്സിലാക്കുന്ന വയസ്സായി കഴിഞ്ഞ് 10ഉം 80ഉം വയസ്സ് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു ധാരണയാണ് അവര്. നമുക്കിപ്പം മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും. രതിദേവി മാതാജിക്കൊക്കെയാണ് കാലും മുട്ടും അനക്കാൻ വയ്യ, കൈ അനക്കാൻ വയ്യ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ചെയ്യാനായിട്ട് ഗുരുവായൂരേക്കൊക്കെ ഓടി വന്നേനെ മാതാജി. പക്ഷെ മാതാജിക്ക് അതിനുള്ള എന്താ പറയുക സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ പ്രായം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മെമ്മറി, വിലാസിനി മാതാജിയുടെ ഒക്കെ ഞാൻ രാമായണ സമയത്ത് മാതാജിക്ക് എല്ലാം അറിയാവുന്ന ചോദ്യങ്ങളാണ്, പക്ഷെ മാതാജിക്ക് പറയാൻ പറ്റുന്നില്ല. കാര്യം എന്താണ്? മെമ്മറി ലോസ് അല്ലെ? അപ്പൊ നമ്മള് ഇതൊന്നും ഇല്ലാതെ ഈ ബോധമെല്ലാം നശിച്ച് കട്ടിലേക്ക് കിടക്കുമ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കൃഷ്ണാവബോധം, ഭഗവാനെ പറ്റി അറിയാനായിട്ട്. ആ സമയത്ത് ചെയ്യരുതെന്നല്ല, ആ സമയത്ത് ചെയ്യാനായിട്ട് എന്താണ് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്താലേ ആ സമയത്ത് പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോഴേ ചെയ്യണം. ഇത് ഇപ്പോഴും ഓൾറെഡി നമ്മൾ താമസിച്ചു കഴിഞ്ഞു. ഇത് ഗർഭാവസ്ഥയിൽ ചെയ്യേണ്ട കാര്യമാണ് കൃഷ്ണാവബോധം. പ്രഹ്ലാദൻ പഠിച്ചതുപോലെ അല്ലേ? ഗർഭാവസ്ഥയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് കൃഷ്ണാവബോധം. നമ്മളത് ഇപ്പൊ ഓൾറെഡി നമ്മൾ താമസിച്ചിരിക്കുന്നു അല്ലെ? ഇത്രയും വൈകി അല്ലെ? ഇനിയെങ്കിലും, കാര്യം നമുക്കിപ്പോ ഓർമ്മയില്ല. ഞാൻ ഈ പഠിച്ച പല ശ്ലോകങ്ങളും അതുപോലെ തന്നെ ആ രാമായണത്തിലും ഇതിലൊക്കെ ഞാൻ കാണാതെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഇതിൽ കൃഷ്ണാവബോധത്തിൽ വരുന്നതിന് മുൻപേ പഠിച്ചതായതുകൊണ്ടാണ് എനിക്ക് ആ ഓർമ്മ നിൽക്കുന്നത്. ചെറുപ്പകാലങ്ങളിൽ പഠിച്ചതായതുകൊണ്ടാണ്. പല കാര്യങ്ങളും പല ശ്ലോകങ്ങളും എല്ലാം തന്നെ ഞാൻ ചെറുപ്പകാലത്തിൽ പഠിച്ചതാണ്. ഇപ്പോഴാണെങ്കിൽ എനിക്ക് അതൊന്നും പലതും ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ പല കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം കുറച്ച് കഴിയുമ്പോൾ ഞാൻ മറന്നുപോകും. അങ്ങനത്തെ ഒരു അനുഭവമാണ് എനിക്ക്. നിങ്ങളെ പോലെയൊക്കെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആ സമയത്ത് പഠിച്ചു വെച്ച കാര്യങ്ങളാണ് പലതും ഞാനിപ്പോ പറയുന്നതും ഒക്കെ തന്നെ. അപ്പൊ അതുപോലെ എന്റെ ഗുരുപ്രഭുവിന്റെ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ നോട്ട് എഴുതി വെച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹം അവസാനം നിങ്ങൾ പഠിച്ചതിനെ പറ്റി ഒരു റിയലൈസേഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു സെന്റൻസ്, ഒരു വാക്ക് പറയാനായിട്ട് പറ്റില്ല. കാര്യം ജസ്റ്റ് ഒരു അരമണിക്കൂർ മുൻപേ കേട്ട കാര്യം പറയാൻ പറ്റില്ല. അത്ര നമ്മളുടെ എന്താണ് പറയുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സിനെയും ഒക്കെ തന്നെ എന്താണ് പറയുന്നത് മന്ദത ബാധിച്ചിരിക്കുകയാണ് അല്ലെ? ആ ഒരു മന്ദഗതി ബാധിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എങ്ങനെ കൃഷ്ണാവബോധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആരെങ്കിലും കൃഷ്ണാവബോധത്തിൽ അതിന് ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരാളും കിടക്കുന്നു. നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, നമ്മളെല്ലാവരുടെയും പ്രവൃത്തി ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഭഗവാനെ മുന്നിൽ നിർത്തുന്നു അല്ലെ? ഭഗവാനെ മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട് ഭഗവാൻ എത്രമാത്രം മെർസിബിൾ ആണ് അല്ലെ? ഭഗവാനെ നമ്മുടെ കൂടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രയോജനം? അതിൽ നിന്ന് ബുദ്ധിയുള്ള മനുഷ്യര് എന്താണ് കൃഷ്ണാവബോധം സ്വീകരിക്കും. കാര്യം അവർക്ക് മനസ്സിലാകും നമ്മളുടെ ഈ ജന്മത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത് സാക്ഷാത്കാരമാണ്. നമ്മൾ എന്താണ് വന്ന വഴി മറക്കുക എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലേ? നമ്മൾ ഭഗവാനോട് പ്രതിജ്ഞ ചെയ്ത് നാരായണസ്വാമി ഒഴിഞ്ഞ് മറ്റന്യനെ ഞാൻ ഭജിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് ആ പ്രതിജ്ഞ മറന്നിട്ട് നമ്മൾ അവിടെ ഇവിടെ എല്ലാം പോയി പല വള്ളത്തിൽ കാല് ചവിട്ടി വെള്ളത്തിന്റെ നടുവിൽ വീഴുവാണ്. അപ്പൊ അതുണ്ടാകാതിരിക്കാനായിട്ടാണ് ഈ പറയുന്നത്. ഇതിന്റെ നോളേജ് കിട്ടണം എന്നാലും ക്ലാസ്സിൽ കയറണം സ്ഥിരമായിട്ട്. ഈ ഒരു കാര്യം മനസ്സിലാകണമെങ്കിൽ സത്സംഗത്തിൽ കയറണം. സത്സംഗത്തിൽ കയറാതെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടി എനിക്ക് എന്റെ മക്കളെയും പിള്ളേരെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരെന്നോട് പറയുന്നു. ഞാൻ ഓർക്കുകയും ചെയ്യും, ഞാൻ ഒരിക്കലും അങ്ങനെ കുട്ടികളെ ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അവരോട് നാമം ജപിക്കണം, ഒരു റൗണ്ട് 108 തവണയെങ്കിലും മന്ത്രം ജപിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇത്രയൊക്കെ കേൾക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അതൊക്കെ കേൾക്കേണ്ടി വന്നു. ഞാനതിൽ ഖേദിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഒരു
ബുദ്ധിയും വിവരം ഉണ്ടാകാനായിട്ടുള്ള തലത്തിൽ എനിക്ക് അതിനുള്ള യോഗ്യതയില്ല അതിനുണ്ടാക്കി തരാനായിട്ടുള്ള. എപ്പോഴെങ്കിലും അതിന് സാഹചര്യമോ സന്ദർഭം ഉണ്ടാകുന്ന സമയത്ത് ഭഗവാൻ അതിന്റെ ആളെ നിയോഗിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ജന്മങ്ങളിൽ അതിന് എന്താ പറയുക സാഹചര്യം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. കാര്യം നമുക്ക് അങ്ങനെയുള്ളവരെ അറിയാൻ വയ്യ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള ഒരാളെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അറിയാൻ വയ്യാത്തത് ചോദിച്ചു പറയാൻ പറ്റും. ഇതെല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞു വരുന്ന ഒരാളെ നമുക്ക് ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? എപ്പോഴും ഞാൻ പറയാം, നമ്മളെ യജമാന ഭാവം വെടിഞ്ഞിട്ട് നമ്മള് സേവക ഭാവമാണ്. നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സേവകനാണ്, ദാസാനുദാസ ഭാവമാണ്. നമ്മൾ ആ ഭാവം വെടിഞ്ഞിട്ട് നമ്മൾ എപ്പം നമ്മളാണ് ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഞാനാണ്, എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, ഞാൻ 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 ഈ ഒരു കാര്യം വരുമ്പോഴാണ് നമ്മളുടെ അധപ്പതനം അതിൽ കൂടെയാണ് വരുന്നത്. ഈ ഞാന് എണീക്കാനായിട്ട് കാലും കൈയും തരുന്നിരിക്കുന്ന ആരാണ്? ഇനി നടക്കാൻ ഈ ഞാൻ പറയാനായിട്ട് നാവി പൊന്തുന്ന ആരാണ്? ഭഗവാന്റെ കൃപ കൊണ്ടാണെന്ന് ഇവർക്ക് എന്തുകൊണ്ടും മനസ്സിലാകുന്നില്ല. ഭഗവാൻ ഒരു നിമിഷം വെച്ച് നമ്മളെ എണീറ്റ് വരുന്ന വഴി അങ്ങോട്ടൊന്ന് തെന്നി വീണാ മതി, തീർന്നു, കാലും കൈ ഒടിഞ്ഞ് അവിടെ കിടക്കും അല്ലേ. അപ്പൊ ഈ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ മക്കളുടെ അടുക്ക പോയി അത് ചെയ്തു ഇത് ചെയ്തു, ഞാൻ അവർക്ക് കുറെ ദാനം ചെയ്തു, ഇത് ചെയ്തു, ഇതൊക്കെ മതി, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ, ഞാൻ അവർക്ക് ഇത് നല്ലത് ചെയ്തു, ഇത് ചെയ്തു. ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ അതൊക്കെ ചെയ്തോളൂ, അത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഭഗവാനെ കൂടെ നിർത്തൂ, ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്തായാലും അവർക്കൊക്കെ നല്ലത് വരട്ടെ. ഭഗവാന്റെ ആ ഒരു ജന്മാഷ്ടമി നമ്മള് എല്ലാവരും തന്നെ നന്നായിട്ട് കൊണ്ടാടി എന്ന് വിചാരിക്കുന്നു. അപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ആണോ ഇത്? ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളല്ല, ക്ലാസ്സിലേക്ക് വരുമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വരുമെന്ന് പലതവണ പറഞ്ഞിട്ട് അവർക്ക് കയറാനായിട്ട് ഇതുവരെ അവസരം കൊടുത്തില്ല. പിന്നെ നമ്മളുടെ ചില പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലും ഉണ്ട്. അതുപോലെ തന്നെ അവര് യൂട്യൂബിൽ കൂടെ ക്ലാസ് കേട്ടിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പൊ പിന്നെ അറിയാമല്ലോ എന്തുവാ പറഞ്ഞെന്നുള്ളത്, അവർക്കറിയത്തില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കിനി നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ഒന്നാമത്തെ ശ്ലോകം തൊട്ട് വായിക്കാം. നിങ്ങൾക്ക് എല്ലാവരും ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ക്ലാസ്സുകളിലും ഉള്ളതാണ്. എന്നാൽ ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ഒന്നുകൂടെ പരിചയപ്പെടുത്താം. എന്നിട്ട് രതിദേവി മാതാജി തുടങ്ങിക്കോളൂ. ആദ്യത്തെ ശ്ലോകം തൊട്ട് ഒന്ന് വായിച്ചു തുടങ്ങിക്കോളൂ. ഹരേ കൃഷ്ണ. എടുത്തോട്ടെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. അധ്യായം 1. കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ ഗുരുക്ഷേത്രേ സമവേദയുത്സവ മാമക പാണ്ഡവശൈവ കിമകുർവത സഞ്ജയ. ഹരേ കൃഷ്ണ. രണ്ടാമത്തെ ശ്ലോകം മല്ലിക മാതാജി. മാതാജി മ്യൂട്ടിലാണ്. മാതാജി കേട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഗീത മാതാജി രണ്ടാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു ദുര്യോധന ആചാര്യ രാജാ വചനമബ്രവീത്. ഹരേ കൃഷ്ണ. മൂന്നാമത്തെ ശ്ലോകം രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ച മോം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ഭീമതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാലാമത്തെ രമാ മാതാജി. ഹരേ കൃഷ്ണ. അത്ര ശൂര മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടച്ച ദ്രുപദച്ച മഹാരഥ. ഹരേ കൃഷ്ണ. അഞ്ചാമത്തെ ശ്ലോകം ജ്ഞാനാംബിക മാതാജി. മാതാജി മ്യൂട്ടിലാണ്, ഞങ്ങളാരും കേൾക്കുന്നില്ല. ദൃഷ്ടകേതൂചേകിതാനഃ കാശീരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈവസ്യ നരപുംഗവഃ. ഹരേ കൃഷ്ണ. ആറാമത്തെ ഇത് സതി മാതാജി. മാതാജിയെ കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ട് പ്രഭു. ഞാനേ മോള് വിളിച്ചിരുന്നേ, അപ്പൊ ഞാൻ അങ്ങോട്ട് കോളിലേക്ക് അതിലേക്ക് പോയി. അതാണ്
എന്നാ അടുത്ത ആളോട് വായിക്കാൻ പറഞ്ഞോട്ടെ. മാതാജി പ്രഭു. ഹരേ കൃഷ്ണ. ശിബി മാതാജി. युधामन्युश्च विक्रान्तः उत्तमौजाश्च वीर्यवान् सभद्रो द्रौपदेयाश्च सर्व एव महारथाः. ഹരേ കൃഷ്ണ. ഏഴാമത്തേത് സുജന മാതാജി. മാതാജി മ്യൂട്ടിലാണ്. ലൈല മാതാജി ഏഴാമത്തേത്. अस्माकं तु विशिष्टाये धान्यबोधविद्युजोत्तमा नायकामम सैन्यस्य सञ्जातं तान् ब्रवीमि ते. കൃഷ്ണ. എട്ടാമത്തേത് ഭാരതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവാൻ ഭീഷ്മച്ച കർണച്ച കൃപഞ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമാ വികർണച്ച സൗമദത്തിസ്തദൈവ ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒൻപത് പത്മ മാതാജി. ഹരേ കൃഷ്ണ. അന്യേ ച ബഹവഃ ശൂര മദർപ്പേ തെക്തജീവിത നാനാശാസ്ത്രപ്രകരണ സർവേ യുദ്ധവിശാരദ. ഹരേ കൃഷ്ണ. പത്താമത്തേത് വിലാസിനി മാതാജി. ഹരേ കൃഷ്ണ. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാവിരക്ഷിതം പര്യാപ്തം സ്ഥിതമേതേഷാം ബലം ഭീമാവിരക്ഷിതം. ഹരേ കൃഷ്ണ. പതിനൊന്നാമത്തേത് ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാ ഭീഷ്മാമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പന്ത്രണ്ടാമത്തേത് സുജന മാതാജി. പന്ത്രണ്ടാമത്തേത് എടുത്തോട്ടെ ഒന്ന്. തസ്യ സംജനയൻ ഹർഷം ഗുരുവൃത്തം വിദാമഹ സിംഹനാദം വിദനേച്ഛൈ ശംഖം ദദ്മൗ തദാ ഭവാൻ. അപ്പൊ നമ്മള് ഇന്നലെ വരെ കണ്ടത് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ വരെ കണ്ടത് ഈ സൈന്യ നിരീക്ഷണത്തിന്റെ ആ ഒരു ഘട്ടങ്ങളായിരുന്നു അല്ലെ? കഴിഞ്ഞ ദിവസം എന്താണ് നമ്മൾ മാതാജിയെ വിളിച്ച് എത്ര നേരം മാതാജി കേട്ടില്ലല്ലോ. ഇവരോടൊക്കെ ചോദിച്ചു നോക്കിക്കോളും മാതാജി. ഇവിടെ നിറയെ മഴയുണ്ട്. ഇവിടെ മഴയുണ്ട്. ശബ്ദം കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. മാതാജി കേട്ടിരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ 2 തവണ വിളിച്ചിരുന്നു മല്ലിക മാതാജി എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ മാതാജി? മാതാജിക്ക് മാതാജിക്ക് അവസരം തരുന്നുണ്ട്. അടുത്ത ശ്ലോകം വായിക്കുമ്പോഴത്തേന് അടുത്ത ശ്ലോകം ഞാൻ എടുക്കാൻ പോവാണ്. 13 തൊട്ട് 18 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും ദിവസം കണ്ടത് എന്താണ്? ആ സൈന്യ നിരീക്ഷണത്തിൽ ആ ദുര്യോധനൻ അദ്ദേഹത്തിന്റെ ഗുരുവായ ദ്രോണാചാര്യരുടെ അടുക്കൽ ചെന്നിട്ട് പാണ്ഡവപക്ഷത്തുള്ള സൈന്യങ്ങളെ പറ്റി പറയുന്നു. അതുപോലെ സ്വന്തം പക്ഷത്തുള്ള സൈന്യബലത്തെ പറ്റിയും വർണ്ണിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം ദുര്യോധനന് ആഹ്ലാദം ജനിപ്പിക്കുമാറ് എന്താണ് ഭീഷ്മ പിതാമഹൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ശംഖ് ഊതുകയായിരുന്നു ചെയ്തിരുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ ഇനി 13ാമത്തെ ശ്ലോകം എടുക്കുകയാണ്. തദശങ്കാശ്ച ഭൈര്യശ്ച പണവാനക ഗോമുഖാ സഹസൈവാഭ്യ ഹന്യന്താ സാ ശബ്ദസ്തു മുലോ ഭവേത്. തദശങ്കാശ്ച ഭൈര്യശ്ച പണവാനക ഗോമുഖാം സഹസൈവാഭ്യ ഹന്യന്താ സാ ശബ്ദസ്തു മുലോ ഭവേത്. തദശങ്കാശ്ച ഭൈര്യശ്ച പണവാനക ഗോമുഖാ സഹസൈവാഭ്യഹന്യന്താ സശബ്ദസ്തു മുലോ ഭവേത്. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശങ്കാശ്ച ഭൈര്യശ്ച പണവാനക ഗോമുഖാ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോ ഭവത്.
ഹരേ കൃഷ്ണ. സതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. തത ശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. മാതാജി റെഡി ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. അടുത്തത് അങ്ങനെയാണെങ്കിൽ റിപ്പീറ്റ് രതിദേവി മാതാജി. തദശംഖാസ്യ പേരസ്യ പ്രണവാനക ഗോമുഖ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത്. ഹരേ കൃഷ്ണ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനി നമനേ നമാചാര്യ പദാ നിത്യായ കൃപാപ്രദായിനി ഗൗരകഥാ ദാമോദായ നഗരഗ്രാമധാരിണി. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നമനേ നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ വിസ്താരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇന്ന് എടുത്തിരിക്കുന്ന ഇതിന്റെ ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീല പ്രഭുപാദ്. തഥാ പിന്നെ ശംഖാശ്ച ശംഖുകളും ഭേര്യ ച ചെണ്ടകളും പണവാനക ഗോമുഖ പണവങ്ങളും അല്ലെങ്കിൽ പെരുമ്പറകളും ഗോമുഖങ്ങളും സഹസ ഏവ പെട്ടെന്ന് തന്നെ അഭ്യഹന്യന്ത ഒരേ സമയത്ത് മുഴക്കപ്പെട്ടു. സശബ്ദ ആ ശബ്ദം തുമൂലഹ ഒന്നിച്ച് ചേർന്ന ആഘോഷമായി എല്ലാ ദിക്കിലും നിറഞ്ഞതായി. അഭവത് ഭവിച്ചു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ജയ ശ്രീല പ്രഭുപാദ്. അതിനെ തുടർന്ന് ശംഖ്, ചെണ്ട, മദ്ദളം, കാഹളം എന്നിവയുടെ ശബ്ദം എമ്പാടും ഉയർന്നു. യുദ്ധരംഗത്ത് കോലാഹലമായി. അപ്പം മനസ്സിലായില്ലേ എന്തൊക്കെയാണ് നമ്മൾ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ സീരിയലിൽ കാണുമല്ലോ അല്ലെ. ചെണ്ടയും പെരുമ്പറയൊക്കെ മുഴങ്ങി. അതുപോലെ തന്നെ പട്ടാളക്കാരൊക്കെ നമുക്ക് കാണാമല്ലോ. ഇതിന് ഒരു മാർച്ചൊക്കെ നടത്തുന്ന കാണത്തില്ല മിക്കവാറും റിപ്പബ്ലിക് ഡേ സ്വാതന്ത്ര്യ ദിനത്തിനൊക്കെ. അത് ഇതൊക്കെ ആയിട്ടാണ് വാദ്യഘോഷങ്ങളോട് കൂടി തന്നെയാണ് അല്ലെ. ചെണ്ടയും അതുപോലെ തന്നെ ഇങ്ങനത്തെ കുഴലൂതിയൊക്കെ. അപ്പം ഇതെല്ലാം മഹാഭാരതത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു യുദ്ധത്തിൽ നിന്റെ പ്രചോദനങ്ങളാണ് ഇപ്പോഴും നമ്മൾ ഇതൊക്കെ തന്നെ അനുകരിക്കുന്നത് അല്ലെ. അപ്പം ഇങ്ങനെ ആ യുദ്ധം തുടങ്ങുന്നതിന് മുൻപേ ഒരു കോലാഹലം, ഒരു പതിവാണത് അല്ലെ. ആ ഒരു യുദ്ധത്തിന് മുൻപേ ആ ഒരു എന്താ പറയുന്ന ഈ വാദ്യങ്ങളെല്ലാം കൂടെ ഒരു തിമിർത്തി ഒരു എല്ലാം കൂടെ ഇളക്കി മറിച്ചിട്ടുള്ള ഒരു ഇത്. അപ്പൊ എല്ലാവർക്കും ഒരു പ്രചോദനമാവും ഈ ഒരു നാദമൊക്കെ കേൾക്കുമ്പോൾ അല്ലെ. അപ്പൊ ആ ഒരു ഈ കുഴലും എല്ലാം ഊതി കഴിയുമ്പോഴത്തേനും അവരുടെ എല്ലാം ആ ഇന്ദ്രിയങ്ങളെയും മനസ്സിന് അത്രയും നേരെയുള്ള അജ്ഞതകളെയും അതെല്ലാം ഈ ഒരു വാദ്യഘോഷങ്ങളെല്ലാം കൂടെ കൂടി അവരെ ഒന്ന് വൃത്തിയാക്കി മാറ്റും. അതായത് നമ്മളെ ആ യുദ്ധം ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രേരണ കിട്ടും. നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മള് എന്താണ് ഭഗവാന് നിവേദ്യം കൊടുക്കണേലും അതുപോലെ തന്നെ ഓരോ പൂജ ചെയ്യണേലും വാദ്യം ഉണ്ടല്ലേ. എന്തിനാ ഈ വാദ്യം വെച്ചിരിക്കുന്നത്? അതൊരു എനർജിയാണ് അല്ലെ. ഈ വാദ്യം എല്ലാം വെച്ച് കഴിയുമ്പോൾ തന്നെ അതൊരു എനർജിയാണ്. ഭഗവാൻ ഈ ചിലടത്ത് നിവേദ്യമൊക്കെ കൊടുക്കണമെങ്കിൽ ഈ വാദ്യം വെച്ചിട്ടേ പറ്റുള്ളൂ അല്ലെ. ചില സമയത്ത് അതുപോലെ ഭഗവാന്റെ നട തുറക്കുന്നതിന് മുൻപേ അറിയാമല്ലോ നമുക്ക് സോപാന സംഗീതം വെച്ചു, അതുപോലെ തന്നെ ഇടയ്ക്ക കൊട്ടി, അങ്ങനെ ഇതിനെല്ലാം തന്നെ താളവും ഇതെല്ലാം വിധിച്ചിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബ്ദം ഈ ശബ്ദം ഒരു ബ്രഹ്മമാണ് അല്ലെ. ശബ്ദബ്രഹ്മം, ശബ്ദത്തിൽ നിന്നാണ് ഓങ്കാരം ഉണ്ടായല്ലേ. ശബ്ദബ്രഹ്മമാണ് ഓങ്കാരം. അപ്പം ഈ പറയുന്ന വാദ്യഘോഷങ്ങളെല്ലാം കൊണ്ട് ഈ പറയുന്ന ഡൈറ്റി അല്ലെങ്കിൽ ദേവതയെ ഉണർത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ ഈ നമുക്ക് അറിയാം ആന എഴുന്നള്ളത്തൊക്കെ വരുന്ന സമയത്ത് അതുപോലെ ഉത്സവബലി, ശ്രീബലി, ഇതെല്ലാം വാദ്യഘോഷത്തോടുകൂടി അനുബന്ധിച്ചാണ്. വാദ്യം ഇല്ലാതെ ഒരു പരിപാടി ഇല്ല നമ്മുടെ ക്ഷേത്രങ്ങളിൽ അല്ലെ. അതിനെല്ലാം തന്നെ ഏതൊക്കെ വാദ്യം ഏത് സമയങ്ങളിൽ വേണം, എന്ത് വേണം എന്നൊക്കെ തന്നെ അതിന് നിഷ്കർഷിച്ചിട്ടുണ്ട് അല്ലെ. തന്ത്രശാസ്ത്രത്തിലും മന്ത്രശാസ്ത്രത്തിലും പല തരത്തിലുള്ള ശാസ്ത്രങ്ങളുണ്ട് ഇതിനു വേണ്ടി. ഏത് വാദ്യം എപ്പോൾ എങ്ങനെ വേണം, നിവേദ്യം കൊടുക്കുമ്പോൾ എന്ത് വേണം, അതുപോലെ ഉത്സവബലിക്ക് ഏതാണ് വേണ്ടത്, അതുപോലെ എഴുന്നള്ളത്തിന് എന്താണ്, ശീവേലിക്ക് എന്താണ് വേണ്ടത്, അങ്ങനെ നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ യുദ്ധത്തിന് ഈ പറയുന്ന പോലെ ഇവിടെ എന്താണ് കുറെ പെരുമ്പറകളും അതും ഇതുമെല്ലാം മുഴങ്ങി. അപ്പം ഭീഷ്മദേവര ആദ്യത്തെ ശംഖധ്വനി മുഴക്കി കഴിഞ്ഞിരിക്കുന്നു. ഭീഷ്മദേവര് കൗരവരുടെ പക്ഷത്ത് ഉള്ള സേനാനായകനാണ്.
അടുത്തത് ഇനിയുള്ള ശ്ലോകങ്ങളിൽ വരുമ്പോൾ നമുക്ക് കാണുന്നത് മുഴുവനും ഓരോരുത്തർ ശംഖ് വിളിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ പ്രശ്നോത്തരി എന്താണ്, നല്ല ചോദ്യങ്ങളാണ് ഈ വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് മാർക്ക് ചെയ്തോണം, ഇപ്പോഴേ പഠിച്ചോണം. അതായത് നമുക്ക് പറയാം മെമ്മറി വളരെ വീക്കാണ് അല്ലേ വിലാസിനി മാതാജി? ഓർമ്മ വളരെ കുറവല്ലേ മാതാജി? വളരെ കുറവ്. അതുകൊണ്ട് രാമായണം എല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് ഒരു ചോദ്യത്തിന് നിങ്ങളെ ഉത്തരങ്ങൾ പറയാൻ നമ്മള് വർഷങ്ങളായിട്ട് നമ്മൾ രാമായണം വായിച്ചുകൊണ്ടിരുന്നിട്ട് അതിലെ അല്ല, ഇതല്ല കേട്ടോ, രാമൻ സീതയുടെ ആരാണെന്ന് ചോദിച്ചിട്ട് അതല്ല, അത് നമ്മൾ സാധാരണഗതിയിലുള്ള നാട്ടിൻപുറത്തെ ആൾക്കാരെ കളിയാക്കാൻ പറയുന്നത്. പറച്ചില് തന്നെ ഉണ്ട്. പക്ഷെ അതല്ല നമ്മള് നിത്യേന നമ്മൾ പാരായണം ചെയ്ത് നമ്മൾ വെറുതെ ഓടിച്ച് കവർ ചെയ്തിട്ട് പോയ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ ഇല്ലാതെ വരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് എഴുതിയിട്ടിട്ട് നമ്മൾ അതൊന്ന് ഓർഡറിലാക്കണം. അതാണ് കൃഷ്ണാവബോധത്തിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം. നമ്മൾ ഇത്രയും നാള് നമ്മളുടെ അടുക്കൽ ഇങ്ങനെ എന്താണ് അടുക്കും ചിട്ടയില്ലാതെ ഇങ്ങനെ പല സംഭവങ്ങളിരിക്കും. നമ്മൾ അതൊന്ന് ഓർഡറിലാക്കി വെക്കുന്നേ ഉള്ളൂ. ഇതാണ്ട് കൃഷ്ണാവബോധം പറയുന്നുള്ളൂ, വേറെ കൂടുതലൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങള് നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ട്. കാര്യം അത് പ്രശ്നോത്തരിയിൽ വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ കുറെ ശംഖുകളുടെ പേരാണ്. അപ്പൊ എന്തിനാണ് ഈ ശംഖ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ശംഖധ്വനി, അപ്പൊ ആ ശംഖധ്വനി ഓരോരുത്തരുടെയും കയ്യിലുള്ള ശംഖിന്റെ പേരൊക്കെയാണ്. ആ ശംഖിന്റെ പേരൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തദശ്വേതൈർ ഹൈർയുക്തേ മഹദീ സ്യന്ദനേ സ്ഥിതൗ മാധവ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മതൂം. തദശ്വേതൈർ ഹൈർയുക്തേ മഹദീ സ്യന്ദനേ സ്ഥിതൗ മാധവ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മതൂം. തദ ശ്വേതൈർഹയൈർയുക്തേ മഹദീ സ്യന്ദനേ സ്ഥിതൗ മാധവ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദഗ്മതൂം. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി, ഞാൻ വായിച്ചല്ലോ, ഇനി വായിക്കാനുള്ളവർ വായിക്കട്ടെ. ഹരേ കൃഷ്ണ. തദശ്ചേതൈർഹൈർയുക്തേ മഗധി സ്തന്ധനോ സ്ഥിതൗ മാധവ പാണ്ഡവ ചൈവ ദിവൗ ശംഖൗ പ്രദദത്മതു. ഹരേ കൃഷ്ണ. ഗീത മാതാജി. തദശ്വേതൈർയുക്തേ മഹസ്യന്തനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. തദശ്ചേതൈർഹൈർയുക്തേ മഹദീ സ്യന്ദനസ്ഥിതൗ മാധവ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മതു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. തഥ പിന്നെ, ശ്വേതൈ വെളുത്ത, ഹയൈ കുതിരകളെ, യുക്തൈ കൂട്ടിയ, മഹതി വലിപ്പമേറിയ, സ്യന്ദനെ തേരിൽ, സ്ഥിതൗ സ്ഥിതി ചെയ്തുകൊണ്ട്, മാധവ മാധവനും, ലക്ഷ്മിപതിയായ കൃഷ്ണനും, പാണ്ഡവ ഏവ പാണ്ഡവചേവ പാണ്ഡവനും, പാണ്ഡുപുത്രനായ അർജുനൻ, ദിവ്യൗ ദിവ്യങ്ങളായ, ശംഖൗ ശംഖുകൾ, പ്രദത്മതു വിളിച്ചു അല്ലെങ്കിൽ ഊതി. ഹരേ കൃഷ്ണ. മറുവശത്ത് കൃഷ്ണാർജുനന്മാർ വെള്ളക്കുതിരകളെ പൂട്ടിയ വൻ തേരിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ദിവ്യ ശംഖങ്ങൾ മുഴക്കി. ഹരേ കൃഷ്ണ. അതിന്റെ ഭാവാർത്ഥം ആരാണ് വായിക്കുന്നത്? ഭാവാർത്ഥം സുജന മാതാജി. ഭാവാർത്ഥം ഭീഷ്മരുടേതായി താരതമ്യപ്പെടുത്തുമ്പോൾ കൃഷ്ണാജ്ഞന്മാരുടെ ശംഖുകൾ ദിവ്യങ്ങളാണ്. കൃഷ്ണൻ പാണ്ഡവപക്ഷത്താകയാൽ മറുപക്ഷത്തിന് വിജയസാധ്യത ഇല്ലെന്ന് ദിവ്യ ശംഖങ്ങളുടെ ധ്വനി സൂചിപ്പിക്കുന്നു. ജയസ്തു പാണ്ഡു പുത്രാണാം യേഷാം പക്ഷേ ജനാർദ്ദന. കൃഷ്ണ ഭഗവാൻ പാണ്ഡവപുത്രന്മാരുടെ കൂടെയാകയാൽ അവർ വിജയം നേടുന്നു. എവിടെയെല്ലാം ഭഗവത് സാന്നിധ്യമുണ്ടോ അവിടെയെല്ലാം ഐശ്വര്യദേവതയും വാഴുന്നു.
ഭാഗ്യദേവത ഒരിക്കലും പ്രിയതമനെ വേർപിരിയാറില്ല. അങ്ങനെ വിജയൈശ്വര്യങ്ങൾ അർജുനനെ കാത്തു നിൽക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു. വിഷ്ണുവിന്റെ അഥവാ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ശംഖധ്വനി അഗ്നിദേവൻ അർജുനന് നൽകിയ രഥത്തിലാണ് സുഹൃത്തുക്കളായ കൃഷ്ണാഞ്ജനന്മാർ ഇരുന്നരുളുന്നത്. ആ രഥം എല്ലാ ദിക്കുകളെയും കീഴടക്കാൻ പര്യാപ്തമാണെന്നും 3 ലോകങ്ങളിൽ എവിടെയും അതിന് വിജയമേയുള്ളൂ എന്നും ഇത് സൂചിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അപ്പം കൃഷ്ണാർജുനന്മാർ വെള്ള കുതിരകളെ പൂട്ടിയ വൻതേരിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ദിവ്യ സംഘങ്ങൾ മുഴക്കി, കൃഷ്ണനും അർജുനനും. അപ്പൊ ഇവിടെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഭീഷ്മരുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൃഷ്ണാർജുനന്മാരുടെ ശംഖുകൾ ദിവ്യങ്ങളാണ്. കൃഷ്ണൻ പാണ്ഡവ പക്ഷത്തായാൽ മറുവശത്തിന് വിജയസാധ്യത ഇല്ലെന്ന് സൂചിപ്പിക്കുന്നു അല്ലെ. അപ്പൊ ആ ഒരു ശ്ലോകമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ജയസ്തു പാണ്ഡുപുത്രാണാം യേഷാം പക്ഷേ ജനാർദ്ദന. കൃഷ്ണ ഭഗവാൻ പാണ്ഡുപുത്രരുടെ കൂടെ ആകിയാൽ അവിടെ വിജയം നേടുന്നു. അപ്പൊ അതിനുള്ള സൂചനകളാണത്. ഭഗവാൻ ആരുടെ പക്ഷത്താണല്ലോ അവിടെയാണ് വിജയം അല്ലെ. അപ്പൊ ആ കൂടെ ആരാണ്? ലക്ഷ്മി ദേവി കൂടിയിരിക്കുന്നത്. അവിടെ ഐശ്വര്യവും ഭാഗ്യവും ആ കൂടെ. ഭാഗ്യദേവതയാണ് ലക്ഷ്മി ദേവി അല്ലെ. ഭഗവാനെ എന്താണ്? മാധവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. മാധവൻ, മാധവ പാണ്ഡവാശ്ച. മാധവ എന്നുള്ള വാക്ക് ഇവിടെ എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഭാഗ്യദേവത കൂടെ. ലക്ഷ്മ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയാണ് അല്ലെ. ലക്ഷ്മി ദേവി എന്തിന്റെയൊക്കെ ദേവതയാണ്? ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയാണ്. ഭഗവാൻ എവിടെ ഇരിക്കുന്നു അവിടെ ലക്ഷ്മി ദേവി സദാ കൂടിയിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ലക്ഷ്മി ദേവിയെ മാത്രം ഉപാസിക്കുന്നവരുടെ അവസ്ഥ നമ്മൾ പല കഥകളിൽ കൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണല്ലേ. അപ്പം ഈ ഭഗവാൻ നമ്മള് ലോകത്തിൽ ആദ്യമായിട്ട് ലവ് ലെറ്റർ കൊടുത്തത് ആരാണ്? അറിയാമോ? ആർക്കാണ് അറിയാവുന്നത്? നിങ്ങൾ ആരെങ്കിലും ആണോ? രുക്മിണി ദേവി, ഭഗവാൻ രുക്മിണി ദേവി അല്ലെ. രുക്മിണി ദേവിയാണ് ലോകത്തിൽ ആ ലവ് ലെറ്ററില് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്ന? ആദ്യ ഭഗവാനെ എങ്ങനെയാണ്, അതായത് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളെ പറ്റിയാണ്, ഒരാൾക്കാണ് ലവ് ലെറ്റർ കൊടുത്തത്. അന്ന് ഇതുപോലെ വാട്സപ്പും മീഡിയ ഒന്നും ഇല്ലല്ലോ. ഇങ്ങനെ വാട്സപ്പ് ഡിപ്പാണെങ്കിൽ ഒരു ഹായ് വെച്ചാൽ മതി, ഹായ്, അല്ലെങ്കിൽ എന്താണ് എന്താ പേരൊക്കെ ഉപയോഗിക്കില്ല, ഹായ് ഡിയർ എന്നോ, അല്ലെങ്കിൽ പിന്നെന്താണ് ഡാർലിങ്, ഹായ് ഡാർലിങ് എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങ് ചാറ്റ് അങ്ങ് കണ്ടിന്യൂ ചെയ്യുകയാണല്ലോ അല്ലെ. അന്ന് ഇതിനോട് യാതൊരു മാർഗവും ഇല്ലാത്ത സമയത്ത് രുക്മിണി ദേവി ആദ്യ ഭഗവാനെ അഭിസംബോധന, എന്താണ് ഭർത്താവായിട്ടുണ്ടോ? ഇല്ല. കാമുകനാണോ? അല്ല. ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒന്നുമില്ല. പക്ഷെ ഭഗവാനെ പറ്റി എന്താണ് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ആരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്? പ്രധാനമായിട്ടും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരാളാണ്. അതാരാണ്? നാരദ മുനി പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. ഭഗവാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഭഗവാൻ ഗോവർദ്ധനം ചെറുപ്പത്തിൽ ഉയർത്തിയതും ഭഗവാൻ എന്താ പറയുന്നത് ഓരോരോ ലീലകൾ കാണിച്ചതും ഈ അസുരന്മാരെ എല്ലാം വധിച്ചതും ഇതെല്ലാം കേട്ട് ഈ ഒരു ഭഗവാനെ അല്ലാതെ, ഇദ്ദേഹത്തിനെ അല്ലാതെ ഞാൻ വേറൊരാളെയും ഭർത്താവായി വരിക്കില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച ആളാണ് ആ രുക്മിണി ദേവി. രുക്മിണി ദേവി ആരാണ്? ലക്ഷ്മി ദേവി തന്നെയാണ് രുക്മിണി ദേവി, വേറെ ആരുമല്ല. അപ്പൊ ആ രുക്മിണി ദേവി ഭഗവാനെ എന്താണ് ആദ്യമായിട്ട് കത്തെഴുതിയിൽ ആ കത്തിൽ ആദ്യം വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഭാഗവതം കേട്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും അത് പറയണം. ഭാഗവതം പഠിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഹരിബോൾ. മാതാജിക്ക് ഒരു എത്ര കൈയടി തരണമെന്ന് എനിക്കറിയത്തില്ല. ഭുവന സുന്ദര എന്നാണ് വിളിച്ചത് അല്ലെ. അല്ലയോ ഭുവന സുന്ദര എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഭുവന സുന്ദര എന്ന്. കൃഷ്ണ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഒരാൾ പേരെങ്ങനെയാ വിളിക്കുന്ന? ഒരു കാമുകന ആണെങ്കിൽ കൂടിയും ഭർത്താവായിട്ടില്ല, ഒന്നുമില്ല, അങ്ങനെയുള്ള ഒരാളെ ആദ്യമായിട്ട് വിളിച്ചെന്താണ്? ഭുവന സുന്ദര എന്ന്. ആ ഒറ്റ വിളിയിൽ ഭഗവാൻ അങ്ങ് വീണു പോയി അല്ലെ. ആ രുക്മിണി ദേവിയെ എന്താണ് ഭഗവാൻ അവിടുന്ന് കടത്തിക്കൊണ്ട് പോരുമായിരുന്നു ചെയ്തല്ലേ. അപ്പൊ ഒരു ജീവനെ എന്താണ് ലക്ഷ്മി ദേവി ഒരു ജീവനാണ് രുക്മിണി ദേവി. ആ ഒരു ജീവനെ എന്താണ് ഭഗവാനിലേക്ക് ചേർക്കുന്ന ഒരു പ്രക്രിയയാണത് നമ്മൾ കണ്ടത്. അതിനെന്താണ് ആ ഒരു ഗുരു അതിന് സാക്ഷ്യം വഹിച്ചു. ആരാണ് ഗുരു? അവിടെ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. ആ ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് എന്താണ് ഈ കത്ത് കൊടുത്ത ഭഗവാന്റെ അടുക്കൽ അല്ലെ. ആ കത്ത് ഭഗവാനോട് വായിക്കാൻ ഭഗവാൻ പറഞ്ഞു താങ്കൾ തന്നെ വായിച്ചോളൂ. ഭഗവാൻ ഇത് നോക്കിയിരിക്കുകയായിരുന്നു. ആ കത്ത് അതായത് ശിശുപാലനുമായിട്ട് വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ കാർത്യായനി ദേവിയുടെ ക്ഷേത്രത്തിൽ വന്നിരിക്കാം, അവിടുന്ന് എന്നെ വന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള വിശദമായിട്ടുള്ള കത്താണ് അത്. ഭാഗവതത്തിൽ ആ ഒരു പ്രേമലേഖനം മുഴുവനും പറയുന്നുണ്ട്.
അപ്പൊ അത് കേട്ടിട്ടില്ല പ്രേമലേഖനം മുഴുവനും നിങ്ങൾ കേട്ടു നോക്കണം. വളരെ നല്ല ഇതാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് പറയുന്നത്, ആ ഒരു ലക്ഷ്മി ദേവി, അതായത് നമ്മൾ അറിയാമല്ലോ, നമ്മള് ഈ ഭഗവാൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നു? 1168 അല്ലേ? 16,108 ഭാര്യമാരുണ്ടായിരുന്നു. അവിടെ എല്ലാവരുടെയും കൂടെ ഓരോ ഭഗവാന്മാരുണ്ടായിരുന്നു അല്ലേ? അത് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? ഓരോ വീട്ടിൽ നാരദമുനി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഓരോരുത്തരെയും കൂടെ ഭഗവാൻ അവിടെ ഉണ്ടല്ലേ, അവരുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഭഗവാൻ എന്താണ്, ഈ ഓരോ ജന്മങ്ങളും ആ പറയുന്ന ജീവാത്മാക്കളൊക്കെ വർഷങ്ങളായിട്ട് ഭഗവാനെ ഭർത്താവായിട്ട് പതിയായിട്ട് കിട്ടാനായിട്ട് കാത്തിരുന്ന് ഉപവാസം എടുത്ത് നൊയമ്പ് നിറഞ്ഞ് എത്ര ജന്മങ്ങൾ എടുത്തിട്ടാണ് അവർക്ക് ആ ഒരു യോഗ്യത കിട്ടിയത് ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടാനായിട്ട്. അപ്പൊ ആ ഒരു ജീവാത്മാക്കളുടെ ഒക്കെ തന്നെ ഭഗവാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഭഗവാന് മനസ്സിലായി എപ്പോഴും ഇങ്ങനെ ഒരേ രീതിയിൽ പോയി കഴിഞ്ഞാൽ അതിനൊരു ആ സ്നേഹത്തിന് രാധിക്കില്ല. അപ്പൊ ഒരു കലഹം ഉണ്ടായി. കലഹം കഴിഞ്ഞിട്ടുള്ള ആ സൗന്ദര്യപ്പിണക്കം ഇല്ലേ, ആ പിണക്കം മാറി കഴിഞ്ഞിട്ടുള്ള സ്നേഹം ഭയങ്കരമാണെന്ന് അറിയാം. ഭഗവാൻ കലഹം ഉണ്ടാക്കാനായിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, അല്ലയോ രാജപുത്രി എന്ന് പറഞ്ഞൊരു വിളിച്ചു. രാജപുത്രി എന്ന് പറഞ്ഞിട്ട്, അതായത് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു കഴിവുമില്ല, ഒരു ജോലിയില്ല, ഞാനിങ്ങനെ വെറുതെ ഇവിടെ ഇരിക്കുകയാണ്. എന്റെ ഭക്തരോ വെറും ദരിദ്രരാണ്, നിന്റെ ഭക്തരോ വളരെയധികം ധനികർ. ഇപ്പോഴും ആ ശിശുപാലനും കല്യാണം കഴിക്കാതൊക്കെ ഇരിപ്പുണ്ട്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ശിശുപാലൻ്റെ കൂടെ പോകാം എന്നുള്ള രീതിയിൽ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രുക്മിണി ദേവി അവിടെ ബോധം കെട്ട് ഒരൊറ്റ വീഴ്ചയായിരുന്നു. ഭഗവാൻ താങ്ങി, അതിന് വെള്ളമൊക്കെ തളിച്ച് ഉണർന്നു കഴിഞ്ഞ് ലക്ഷ്മി ദേവി പറയുവാണ്, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞതിൽ ചെറിയ തിരുത്തുണ്ട്. ആ തിരുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങയുടെ ഭക്തര് ദരിദ്രരാണെങ്കിലും അവർക്ക് അങ്ങയെ മാത്രം മതി. എന്റെ ഭക്തർക്ക് അവര് ധനികരാണെങ്കിൽ അവർക്ക് എന്റെ ധനം മാത്രം മതി, എന്നെ വേണ്ട. ഇതാണ് വ്യത്യാസം. മനസ്സിലായോ? ലക്ഷ്മി ദേവിയുടെ ഭക്തരും ഭഗവാന്റെ ഭക്തരും തമ്മിലുള്ള വ്യത്യാസം. ഭഗവാന്റെ ഭക്തര് ദരിദ്രരായാലും അവർക്ക് ഭഗവാനെ മാത്രം മതി. ലക്ഷ്മി ദേവിയുടെ ഭക്തർക്ക് ഐശ്വര്യവും ധനവും ഭാഗ്യവും മാത്രം മതി. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ലക്ഷ്മി അസ്ഥിരയാണ്, ഒരിടത്തും നിൽക്കത്തില്ല. കാര്യം എന്താണ്? ലക്ഷ്മി ദേവിക്ക് അറിയാം, ലക്ഷ്മി ദേവിയുടെ ഭക്തരൊക്കെ അവർക്ക് ധനത്തിന് വേണ്ടിയിട്ട് മാത്രം ആഗ്രഹിച്ചാണ്, ദേവിയോട് യാതൊരു താല്പര്യവും ഇല്ലാന്ന് ലക്ഷ്മി ദേവിക്ക് അറിയാം. അതുകൊണ്ട് ലക്ഷ്മി ദേവി ഒരിടത്തും ശാശ്വതമായിട്ട് നിൽക്കുന്നില്ല. ഒരു സ്ഥലത്തും ഐശ്വര്യോ ഭാഗ്യമോ ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അതെന്താണ്? ഭയങ്കര ചഞ്ചലയാണ് ലക്ഷ്മി. കിട്ടിച്ചാൽ കിട്ടില്ല. പക്ഷെ ഭഗവാൻ ഉള്ളിടത്ത് ഭഗവാന്റെ ലക്ഷ്മി ദേവി സ്ഥിരമായിട്ട് നിൽക്കും. ആ ഒരു കാര്യമാണ് നിൽക്കുന്നത്. അപ്പൊ ഭഗവാൻ എവിടെയുള്ളോ അവിടെ ഭാഗ്യവും ഐശ്വര്യം കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഭഗവാന്റെ ആ ഒരു സ്നേഹമാണോ വേണ്ടത്, അല്ലെങ്കിൽ ഭഗവാന്റെ സമ്പത്താണോ? കുബേര പുഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും കുബേരനെ ഉപാസിക്കുന്നവരുണ്ട്. കുബേര ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഓരോരുത്തരും ഈ രത്നങ്ങളും അതും ഇതൊക്കെ വെച്ച് പണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അലമാരിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഉപാസിക്കുന്നവരൊക്കെ ഉണ്ടല്ലേ. അവരൊക്കെ ഈ തത്വം ഇതുകൊണ്ടാണ് ഈ പലർക്കും ഭൗതികതയിൽ ഇരിക്കുന്ന ഈ തത്വങ്ങൾ അറിയാതെ നമ്മളിങ്ങനെ പല ഉപാസനകളൊക്കെ ചെയ്യുവാണല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കിത് കിട്ടിയില്ലെങ്കിലോ, ആരെയും വേറെ ആരെയും മറ്റുള്ള അന്യമതക്കാരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ പോകും. ഇന്ന ആൾക്കാരെ എന്തെങ്കിലും മന്ത്രവാദികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രവാദം ചെയ്തു കഴിഞ്ഞാൽ പണം ഉണ്ടാകും, അല്ലെങ്കിൽ ചാത്തൻ സേവ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ ചാടിപ്പോകാനുള്ള പ്രവണത ഉണ്ടാകും. പക്ഷെ ഭഗവാന്റെ ഭക്തന്മാര് ഏത് സാഹചര്യത്തിലും വ്യതിചലിക്കില്ല. സുദാമയുടെ കാര്യം നമുക്കറിയാമല്ലോ അല്ലെ. സുദാമയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തർ ആണെങ്കിൽ നമ്മൾക്ക് ഏത് സാഹചര്യത്തിലും നമ്മള് വ്യതിചലിക്കില്ല. കാര്യം ഭഗവാന്റെ ഭക്തർക്ക് സുദാമയ്ക്ക് ഈ ധനം മുഴുവൻ ഭഗവാൻ കൊടുത്തു, ദ്വാരക മുഴുവൻ കൊടുത്തു, ഭഗവാനെ തന്നെ ഭഗവാൻ സമർപ്പിച്ചു. പക്ഷെ സുദാമയുടെ ആ ഒരു ഈ ഒരു ഐശ്വര്യത്തിൽ സുദാമ അഹങ്കരിച്ചോ? ഒരിക്കലുമില്ല. അദ്ദേഹം ഭഗവാൻ തന്ന ആ ഒരു സൗഭാഗ്യങ്ങളെല്ലാം പ്രണമിച്ചു. പക്ഷെ അദ്ദേഹം ആ ഒരു പഴയ രീതിയിൽ തന്നെ ഭഗവാനിലുള്ള ഭക്തിക്ക് ഒരു വ്യത്യാസവും ഇല്ലാതെ, ഒരു ശകലം പോലും കുറവ് വരാതെ തന്നെ അദ്ദേഹം തുടർന്നുള്ള ജീവിതം കഴിച്ചു പോന്നു. അതാണ് ഭഗവാന്റെ ഭക്തരും ബാക്കിയുള്ള ലക്ഷ്മി ദേവിയുടെ ഭക്തരാണെങ്കിൽ അവർക്ക് ധനവും ഐശ്വര്യവും എല്ലാം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ലക്ഷ്മി ദേവിയെ മറക്കും, അവരെല്ലാവരെയും മറക്കും, ഭഗവാനെയും മറക്കും, എല്ലാം മറക്കും. ധനികരായി അല്ലെ, ബാക്കിയുള്ളവരെ തിരിഞ്ഞു നോക്കില്ല. ഈ ധനത്തിൽ അഹങ്കാരമാകും, അല്ലെങ്കിൽ ഭാഗ്യത്തിൽ അഹങ്കാരമാകും, ഐശ്വര്യത്തിൽ അഹങ്കാരം ഉണ്ടാകും. പക്ഷെ ഭഗവാന്റെ ഭക്തർക്ക് ഒരിക്കലും
അഹങ്കാരം വരില്ല ശരിയായിട്ടുള്ള ഭഗവാന്റെ ഭക്തർക്ക്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എല്ലാവരും, ഭഗവാൻ എവിടെയുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം. ഇനി തൊട്ടുള്ള കാര്യങ്ങള് നിങ്ങൾ നോട്ട് ചെയ്തോണം. 15ാമത്തെ ശ്ലോകം. പാഞ്ചജന്യം ഹൃഷീകേശ ദേവദത്തം ധനഞ്ജയാം പൗണ്ഡ്രം ദത്മോ മഹാസംഗം ഭീമകർമാവൃഗോദരാം. പാഞ്ചജന്യം ഹൃഷീകേശ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മോ മഹാസംഗം ഭീമകർമാവൃഗോദരാം. പാഞ്ചജന്യം ഹൃഷീകേശ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മൗ മഹാസംഗം ഭീമകർമാവൃഗോദരാം. ഹരേ കൃഷ്ണ. സതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമാവൃഗോദര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മോ മഹാശംഖം ഭീമകർമാവൃഗോദര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. പാഞ്ചജന്യം ഹൃഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്തം മഹാശംഖം ഭീമകർമാവൃഗോദര. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭാതയുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭാത്. ഋഷികേശ ഇന്ദ്രാധിപനായ കൃഷ്ണൻ, ഭക്തന്മാരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഈശ്വരൻ. പാഞ്ചജന്യം, പാഞ്ചജന്യം എന്ന ശംഖ്. ദത്മൗ വിളിച്ചു, ധനഞ്ജയ ധനത്തെ ജയിച്ചവൻ അല്ലെങ്കിൽ അർജുനൻ. ദേവദത്തം ദത്മൗ ദേവദത്തം എന്ന ശംഖ് വിളിച്ചു. ഭീമകർമ്മ കഠിന പ്രവൃത്തിയിൽ ചെയ്യാൻ കഴിയുന്ന. വൃഗോദര ബഹുഭക്ഷകനായവൻ അല്ലെങ്കിൽ ഭീമൻ. പൗണ്ഡ്രം പൗണ്ഡ്രം എന്ന മഹാശംഖം. ദത്മൗ ഊതി. ശ്രീല പ്രഭാതരുടെ വിവർത്തനം. ജയ് ശ്രീല പ്രഭാത്. കൃഷ്ണ ഭഗവാൻ പാഞ്ചജന്യം എന്ന ശംഖം ഊതി. അർജുനൻ ദേവദത്തവും ദുഷ്കര കർമ്മങ്ങളിൽ മുൻ നിൽക്കുന്നവനും ഭോജനപ്രിയനുമായ ഭീമൻ പൗണ്ഡ്രം എന്ന ശംഖവും ഊതി. അപ്പൊ ഓരോരുത്തരുടെ ശംഖത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ പാഞ്ചജന്യം എന്ന ശംഖൂതി, അർജുനൻ ദേവദത്തം എന്ന ശംഖൂതി. പിന്നെ അപ്പൊ ഇവർ ഓരോരുത്തരുടെ സംഘത്തിന്റെ പേര് എഴുതി വെച്ചോണം. ദുഷ്കര കർമ്മങ്ങളിൽ മുൻനിൽക്കുന്നവർ ഭോജനപ്രിയനുമായ ഭീമൻ പൗണ്ഡ്രം എന്ന ശംഖുമൂതി. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. ഭീമന്റെ ശംഖ് പൗണ്ഡ്രം, ഭഗവാന്റേത് പാഞ്ചജന്യം, അർജുനന്റേത് ദേവദത്തം, അതുപോലെ തന്നെ ഭീമന്റെ പൗണ്ഡ്രം. ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിൽ ഓരോരുത്തരുടെ സംഘനെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ ഭാവാർത്ഥം വായിക്കുന്ന ആരാണ്? രമ മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണൻ ഋഷികേശൻ എന്നറിയപ്പെടുന്നു. സർവേന്ദ്രിയങ്ങളുടെയും ഉടമ എന്നാണ് ഋഷികേശൻ എന്ന വാക്കിനർത്ഥം. ജീവജാലങ്ങളെല്ലാം കൃഷ്ണ ഭഗവാന്റെ അംശങ്ങളത്രേ. അതുകൊണ്ട് അവയുടെ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ ഇന്ദ്രിയാംശങ്ങൾ തന്നെ. അവ്യക്തിഗതവാദികൾക്ക് ജീവജാലങ്ങളുടെ ഇന്ദ്രിയ തത്വം വിശദീകരിക്കാനാവില്ല. അതുകൊണ്ട് അവർ ഏത് ജീവിക്കും ഇന്ദ്രിയരാഹിത്യം കൽപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഓരോ ജീവിയുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനാണ് അവയുടെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത്. എന്നാൽ അതത് ജീവന്റെ സ്വാത്മാർപ്പണ ബോധത്തിന് അനുയോജ്യമായ വിധത്തിലെ അദ്ദേഹം നയിക്കൂ. ഒരു ശുദ്ധഭക്തന്റെ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ സ്വയം ഏറ്റെടുത്ത് നടത്തുന്നു. കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ അർജുനന്റെ ദിവ്യമായ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ സ്വയം നയിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ട ഋഷികേശ പദം. ഭഗവാന് തന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യങ്ങളായ വിവിധ നാമധേയങ്ങളുണ്ട്. മധു എന്ന രാക്ഷസനെ കൊന്നതുകൊണ്ട് മധുസൂദൻ എന്ന പേര് വന്നു. ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം നൽകുകയാൽ ഗോവിന്ദനെന്നും വസുദേവപുത്രനാകയാൽ വാസുദേവനുമായി. ദേവകിയെ അമ്മയായി സ്വീകരിച്ചതുകൊണ്ട് ദേവകീ നന്ദനൻ. വൃന്ദാവനത്തിൽ വെച്ച് ബാല്യകാല കേളികളാൽ യശോദയെ ആനന്ദിപ്പിച്ചതുകൊണ്ട് യശോദാ നന്ദനൻ. സുഹൃത്തായ അർജുനന്റെ തേർ തെളിച്ചതുകൊണ്ട് പാർത്ഥസാരഥി. ഇങ്ങനെ പോകുന്നു തിരുനാമങ്ങൾ. കുരുക്ഷേത്ര യുദ്ധരംഗത്ത് അർജുനന് നിർദ്ദേശങ്ങൾ നൽകിയതിനാൽ ഭഗവാന് ഋഷികേശൻ എന്ന നാമധേയവും ലഭിച്ചു.
നാനാവിധ യജ്ഞങ്ങൾക്ക് ആവശ്യമായ ധനം തന്റെ ജ്യേഷ്ഠന് വേണ്ടി നേടിക്കൊടുത്തു എന്നതിനാലാണ് ഇവിടെ പ്രയുക്തമായ ധനഞ്ജയ നാമം അർജുനന് സിദ്ധിച്ചത്. വീരശാലികൾക്ക് മാത്രം സാധിക്കാവുന്ന ഹിഡിംബവധം പോലുള്ള ധീരകൃത്യങ്ങൾ ചെയ്യാനും വളരെ കൂടുതൽ ഭക്ഷിക്കാനും കഴിവുണ്ടായിരുന്നത് കൊണ്ട് ഭൃഗോദരൻ എന്ന പേര് ഭീമന് ലഭിച്ചു. ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മുതൽക്ക് പാണ്ഡവപക്ഷത്തിലുള്ള മഹാവ്യക്തികൾ മുഴക്കിയ സവിശേഷതകളാർന്ന ശംഖങ്ങളെല്ലാം സമരോത്സുകരായ യോദ്ധാക്കൾക്കും ധൈര്യം പകർന്നു എന്ന് സൂചന. മറുഭാഗത്താകട്ടെ അത്തരം സവിശേഷ മേന്മകൾ ഒന്നുമില്ല. വിശ്വനേതാവായ കൃഷ്ണന്റെ സാന്നിധ്യമില്ല, ഐശ്വര്യ ദേവതയുമില്ല. അവർക്ക് തോൽവി നിശ്ചിതമാണെന്നതാണ് ഈ ശംഖനാദങ്ങളുടെ സന്ദേശം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. റിലേ പോയി. ഹരേ കൃഷ്ണ. നെറ്റ് പോയി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പം മാതാജി വായിച്ച് എല്ലാവരും കേട്ട് കാണും അല്ലെ? ഭഗവാനെ ഹൃഷികേശൻ എന്ന് പറയുന്നു അല്ലെ? പാഞ്ചജന്യം ഹൃഷികേശ. അപ്പൊ ഹൃഷികേശൻ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? എന്റെ മോന്റെ പേരും ഹൃഷികേശൻ എന്നാണ് കേട്ടോ. അപ്പൊ ഹൃഷികേശൻ എന്നാണ് ഇന്ദ്രിയങ്ങളുടെ നാഥൻ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ അല്ലെ? അങ്ങനെയൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഹൃഷികേശൻ എന്നുള്ള പേരിന്. അപ്പം ഈ ഇന്ദ്രിയങ്ങളുടെ ആ ഒരു റെപ്രസെന്റേഷൻ, നമ്മുടെ ഒരു മനുഷ്യന്റെ ആ ഒരു റെപ്രസെന്റേഷൻ ആണ് അർജുനൻ അല്ലെ? അപ്പൊ അർജുനന് ഈ പറയുന്ന ഭഗവത്ഗീത ഉപദേശിച്ചുകൊണ്ട്, അതായത് ഇന്ദ്രിയങ്ങളുടെ ആ ഒരു ഇതിൽ ആസക്തനായതുകൊണ്ടാണല്ലോ അർജുനന് എന്താണ് ഈ പറയുന്ന ഇവരോടൊക്കെ ആസക്തി ഉണ്ടായത് അല്ലെ? ഒരു ഇന്ദ്രിയാസക്തിയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ പറയുന്ന നമ്മളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെയുള്ള ആ ഒരു ഇത് തോന്നിയത്, ആ മമത തോന്നി സ്വന്തം കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിയാനായിട്ട് കാര്യം. അതുകൊണ്ട് ആ ഇന്ദ്രിയങ്ങളുടെ റെപ്രസെന്റേഷനായ അർജുനനെ ഉപദേശിച്ച് കൊടുത്തത് കൊണ്ടും, അതുപോലെ തന്നെ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ എല്ലാം നയിക്കുന്നത് ആ ഒരു ഭഗവാൻ ആയതുകൊണ്ടും, ഭഗവാന്റെ ഇന്ദ്രിയങ്ങളുടെ ആ ഒരു ഗുണങ്ങളൊക്കെ തന്നെ നമുക്ക് കിട്ടിയത് കൊണ്ടും, കാര്യം ഭഗവാനുള്ള ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ നമുക്കുണ്ട്. ഭഗവാൻ നമ്മളോട് കൃപയുള്ളത് കൊണ്ട് ഭഗവാന്റെ രൂപം തന്നെ നമുക്ക് തന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഹൃഷികേശൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ ധനഞ്ജയൻ എന്ന പേരിൽ എന്തുകൊണ്ടാണ് നമ്മളുടെ അർജുനെ അറിയപ്പെടുന്നത്? ആർക്കാ പറയാൻ പറ്റുന്നത്? ധനഞ്ജയൻ. ജ്യേഷ്ഠന് വേണ്ടി ധനം സമ്പാദിച്ചു കൊടുത്തതുകൊണ്ട്. അതായത് ഇവര് രാജസൂയ യജ്ഞം നടത്തി അല്ലെ? രാജസൂയ യജ്ഞം നടത്തി കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠനായ ആരാണ് നയിക്കുന്നത്? അത് യുധിഷ്ഠിരനാണ് നയിക്കുന്നത്, ജ്യേഷ്ഠനായ. അപ്പൊ യുധിഷ്ഠിരന് വേണ്ടിയിട്ട് ധനം സമാഹരിച്ച് കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് ധനഞ്ജയൻ എന്ന പേര് വന്നു. ധനത്തെ ജയിച്ചവൻ അല്ലെ? അതുപോലെ തന്നെ എന്താണ് വൃഗോദരൻ എന്ന പേര് ഭീമന് കിട്ടി അല്ലെ? ഭീമൻ വൃഗോദരൻ. വൃഗം എന്ന് പറഞ്ഞ എന്താണ്? ചെന്നായി അല്ലെ? ആ ചെന്നായി, അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ആർത്തിയാണ് അല്ലെ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മതി വരത്തില്ലാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കും. അവരൊക്കെ എത്ര കഴിച്ചു കഴിഞ്ഞാലും, ഈ ഒരു ചെന്നായിയുടെ ഉദരത്തോടുള്ളവർക്ക് എത്ര കഴിച്ചു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും കഴിക്കണം എന്നാണ്. അപ്പൊ അതുപോലെ ഭക്ഷണം കഴിക്കുക, അതേപോലെ ശക്തിയുള്ളവനുമാണ് ഭീമൻ. ഭക്ഷണം കഴിക്കുക മാത്രമല്ല, അതേപോലെ തന്നെ ആ ഉദരം അത്ര മാത്രം പ്രാപ്തിയാണ്, അതേപോലെ ശക്തിയുണ്ട് ഭീമന്. അങ്ങനെ വൃഗോദരൻ എന്നുള്ള പേര് കിട്ടി. അപ്പം ഭഗവാന്റെ
ഭഗവാന്റെ കയ്യിലിരുന്ന ശംഖിന്റെ പേരെന്തായിരുന്നു? പാഞ്ചജന്യം. പാഞ്ചജന്യം. എങ്ങനെയാണ് ഭഗവാന് ഈ ഭഗവാന്റെ പഞ്ചായുധ സ്തോത്രം അറിയാവുന്നവർ എത്ര പേരുണ്ട്? ഭഗവാന്റെ പഞ്ചായുധ സ്തോത്രം. സ്ഫുരസഹസ്രാര ശിഖാതി തീവ്രം സുദർശനം ഭാസ്കര കോടിതുല്യം സുരദ്വിഷാം പ്രാണവിനാശി വിഷ്ണു ചക്രം സദാഹം ശരണം പ്രപദ്ധ്യേ വിഷ്ണോർമുഖോത്താനില പൂരിതസ്യ യസ്യ ധ്വനി ധാനവ ദർപ്പഹന്ത തം പാഞ്ചജന്യം ശശികോടി ശുഭ്രം ശംഖം സദാഹം ശരണം പ്രപദ്ധ്യേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിഷ്ണോർ മുഖോത്താനില പൂരിതസ്യ യസ്യ ധ്വനി. ആ ഒരു ധ്വനി കേൾക്കുമ്പോ തന്നെ എന്താണ്? യസ്യ ധ്വനി ദാനവ ദർപ്പഹന്ത. ദാനവരുടെ എല്ലാം ദർപ്പം നശിക്കും ഈ ഒരു ഒറ്റ ശബ്ദം കേൾക്കുമ്പോ തന്നെ. യസ്യ ധ്വനി ദാനവ ദർപ്പഹന്ത തം പാഞ്ചജന്യം. അങ്ങനെയുള്ള പാഞ്ചജന്യം ശശികോടി ശുഭ്രം. ശശി എന്താണ്? കോടിക്കണക്കിന് സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് വിളങ്ങുന്ന ശോഭയുള്ള ശശികോടി ശുഭ്രം. അങ്ങനെ വെളുത്തിരിക്കുന്ന ശുഭ്രം വെളുത്ത ശംഖം. അങ്ങനെയുള്ള ശംഖത്തെ ശംഖം സദാഹം ശരണം പ്രപദ്ധ്യേ. അപ്പൊ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇതുണ്ട്. ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ഗദയുടെ പേരെന്താണ്? കൗമോദകി. കൗമോദകി. ഈ ശ്ലോകത്തിന് 5 ശ്ലോകങ്ങളുണ്ട്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന 5 ആയുധങ്ങളുടെ ശ്ലോകമാണ് പഞ്ചായുധ സ്തോത്രം. വിഷ്ണു സഹസ്രനാമത്തിന്റെ ആ ബുക്കിലുണ്ടത്. നിങ്ങൾ കണ്ടു കാണും അല്ലേ? വിഷ്ണോർമുഖോത്താനില പൂരിതസ്യ യസ്യ ധ്വനിർദാനവ ദർപ്പഹന്ത തം പാഞ്ചജന്യം ശശികോടി ശുഭ്രം ശംഖം സദാഹം ശരണം പ്രപദ്ധ്യേ. പിന്നെന്താണ്? കൗമോദകി എന്ന് പറഞ്ഞ അടുത്ത ശ്ലോകമുണ്ട്. അടുത്ത കയ്യിൽ നന്ദകം. നന്ദകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു അമ്പും വില്ലും. അപ്പൊ അങ്ങനെ ഓരോ 5 ആയുധങ്ങളുടെ പറ്റിയുള്ള ശ്ലോകമാണ് വിഷ്ണുർ പഞ്ചായുധ സ്തോത്രം. നമ്മളപ്പോ അതിലേക്കല്ല പോകുന്നത്. ഭഗവാന്റെ ഈ പാഞ്ചജന്യത്തിന്റെ ആ ഒരു മഹത്വമാണ്. പാഞ്ചജന്യം ഭഗവാന് എങ്ങനെ കിട്ടി എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിപ്പോ പറയാൻ തോന്നി. പാഞ്ചജന്യം ഭഗവാന്റെ അടുക്കൽ എങ്ങനെ വന്നു? അപ്പം ഭഗവാന്റെ ഗുരു ആരായിരുന്നു? സാന്ദീപനി മഹർഷി. അപ്പൊ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തില് ഇവരും കംസനെയൊക്കെ വധിച്ചു കഴിഞ്ഞിട്ട് ഇവര് വെറും ഗോപാലകല്ലായിരുന്നോ? വിദ്യാഭ്യാസം ഒന്നും ഇല്ല. പശുക്കളെ മേയ്ക്കാനൊക്കെ അറിയത്തുള്ളൂ. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ വസുദേവരും അവരൊക്കെ എന്ത് ചെയ്തു? ഉഗ്രസേന മഹാരാജാവായിരുന്നല്ലോ രാജ്യം ഏൽപ്പിച്ചത്. അപ്പൊ ഭഗവാനെ ഔദ്യോഗികമായിട്ട് വിദ്യ അഭ്യസിക്കാനായിട്ട് വിട്ടു ഗുരുകുലത്തില്. ഇപ്പൊ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലാണ് പോയത്. ഭഗവാനും ബലരാമനും സുധാമ എന്ന് പറയുന്ന ഒരു സഖാവും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവിടെ അവർ 3 പേരും കൂടെ വിദ്യയെല്ലാം അഭ്യസിച്ച് കഴിഞ്ഞിട്ട് ഇത് കാര്യം സാന്ദീപനി മഹർഷിക്ക് അറിയാം. ഇത് ചെറിയ ആളൊന്നുമല്ല. കാര്യം 64 ദിവസം കൊണ്ട് ഇവർ 64 കലകൾ പഠിച്ചു. വെറും 64 ദിവസം. ഭഗവാൻ എത്ര ഗുണങ്ങളുണ്ട്? 64 ഗുണങ്ങളുണ്ട്. അപ്പൊ 64 എന്നുള്ള സംഖ്യ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ 64 ഗുണങ്ങളുണ്ട് ഭഗവാന്. അതുപോലെ തന്നെ ഭഗവാൻ 64 കലകള് വിദ്യകൾ അവിടെ നിന്ന് അഭ്യസിച്ചു 64 ദിവസം കൊണ്ട്. അപ്പം ആ ഒരു ഭഗവാന്റെ ശ്രേഷ്ഠത ആലോചിക്കുക. കാര്യം സാന്ദീപനി മഹർഷി എന്താണ്? സാന്ദീപനി മഹർഷിയുടെ വിവരം ഭഗവാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കി. അദ്ദേഹത്തിന് എത്ര അറിയാവുന്ന അത്രയല്ലേ. നമ്മളെ പോലെ കൃഷ്ണാഭവത്തിലുള്ളവർ വിചാരിക്കുന്ന ഭഗവാൻ ഇങ്ങനെ ഒരു വിദ്യ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഭഗവാൻ ഇതെന്താണ്? സാന്ദീപനി മഹർഷിയുടെ ആ ഒരു വിവരം ഒന്ന് ഭഗവാൻ ഒന്ന് മനസ്സിലാക്കി, ഒന്ന് പരീക്ഷിച്ചു. അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ഭഗവാൻ ഈ ലോകത്തിന്റെ മുഴുവൻ അഖില ഗുരുവായ സാക്ഷാൽ ഭഗവാൻ നമസ്തേ നമ്മൾ പറയുന്നത് അല്ലെ. സാക്ഷാൽ അഖില ഗുരുവായ ഭഗവാന് എന്താണ് എവിടുന്നേലും വിദ്യ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? നമ്മളെ നാട്ടുനടപ്പ് എന്താണ്? ഒരു ഗുരുമുഖത്തിൽ നിന്ന് വിദ്യ പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് സാന്ദീപനി മഹർഷിയുടെ ജ്ഞാനം ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു, അല്ലെങ്കിൽ മനസ്സിലാക്കി അല്ലേ. അത്രേ ചെയ്തുള്ളൂ. അങ്ങനെ ആ സാന്ദീപനി മഹർഷിയോട് ചോദിച്ചു ഗുരുദക്ഷിണയായിട്ട് എന്താ വേണ്ടതെന്ന്. ഗുരുദക്ഷിണയായിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും വേണ്ട, ഗുരുദക്ഷിണയായിട്ട് നിങ്ങളെ എനിക്ക് ശിഷ്യന്മാരായിട്ട് കിട്ടിയല്ലോ, അത് തന്നെ എൻ്റെ ജന്മജന്മാന്തര പുണ്യാണ് എന്ന് പറഞ്ഞു. അതല്ല, എന്തെങ്കിലും ഗുരുദക്ഷിണ തരാതെ ഞങ്ങൾ എങ്ങനെയാ പോകുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ഗുരുപത്നിയോട് ചോദിക്കാമെന്ന് പറഞ്ഞു. ഗുരുപത്നിയോട് ചോദിച്ചു കഴിയുമ്പോൾ ഗുരുപത്നിക്ക് ഒരുപാട് നാളായിട്ട് സങ്കടം. കാര്യം അവരുടെ മകനെ നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് നാളായി, കിട്ടിയിട്ടില്ല, എവിടെ പോയി എന്താണെന്നും അറിയില്ല. അപ്പം
ആ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇപ്പം നമ്മൾ ദ്വാരക ട്രിപ്പിന് പോകുന്ന ആൾക്കാരൊക്കെ ഈ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയിട്ടുണ്ട്. നമ്മുടെ കൂടെ ആരൊക്കെയോ പോയി കഴിഞ്ഞ പ്രാവശ്യം. മധുപ്രഭു ദ്വാരക യാത്ര നടത്തുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ പോകാൻ പറ്റുന്നവർ പോകുക. അപ്പൊ നമ്മള് ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന ഇതൊക്കെ അവിടെ പോയി കാണാം. അപ്പൊ അങ്ങനെ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് പ്രഭാസ തീർത്ഥത്തിൽ വെച്ചിട്ടാണ് ഈ മകൻ നഷ്ടപ്പെട്ടത്. സമുദ്രത്തിൽ പ്രഭാസ തീർത്ഥത്തിൽ വെച്ചിട്ട് ഒരു മത്സ്യത്തിന്റെ രൂപത്തിൽ വന്നിട്ട് ഒരു അസുരൻ വന്നിട്ട് എന്ത് പറഞ്ഞു, ഇതിനെ പിടിച്ചുകൊണ്ട് പോയി. ഈ സാന്ദീപനി മഹർഷിയുടെ മകനെ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ യാതൊരു വിവരവും ഇല്ല പോയിട്ട്. അങ്ങനെ ആ ഒരു ദുഃഖത്തിൽ ഇവർ ഇരിക്കുകയാണ്. അങ്ങനെ ഈ പ്രഭാസ തീർത്ഥത്തിൽ എത്തി ഭഗവാനും ബലരാമനും നേരെ സമുദ്രത്തിലേക്ക് ചാടി. എന്നിട്ട് നേരെ അവര് ചാടി കഴിഞ്ഞപ്പോൾ തന്നെ സമുദ്രദേവന് മനസ്സിലായി, വരുണദേവന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന വെച്ചാൽ വരുണദേവൻ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെട്ടു. ശ്രീരാമാവതാരത്തിൽ അറിയാം വരുണദേവന് താമസിച്ചു കഴിഞ്ഞുള്ള അനുഭവം എന്താന്ന്. ഭഗവാൻ എന്ത് ചെയ്തു, ആ ആഗ്നേയാസ്ത്രം എടുത്തിട്ട് എന്താണ് സമുദ്രത്തെ കത്തിക്കാനായിട്ട് ഒരുങ്ങി അല്ലേ. അപ്പൊ അതുകൊണ്ട് വരുണദേവൻ പെട്ടെന്ന് തന്നെ വന്ന് പ്രത്യക്ഷപ്പെട്ടു. വരുണദേവനോട് ചോദിച്ചു, ഈ സാന്ദീപനി മഹർഷിയുടെ പുത്രൻ എവിടെയായിരിക്കുന്നതെന്ന്. അപ്പൊ ആ പുത്രനെ അപഹരിച്ചുകൊണ്ട് പോയത് പഞ്ചകൻ എന്ന് പറയുന്ന അസുരനാണെന്ന് പറഞ്ഞു. പഞ്ചകൻ അല്ലെങ്കിൽ എന്താണ് ശംഖാസുരൻ എന്നും പറയും. ശംഖാസുരൻ, ശംഖിന്റെ രൂപത്തിലിരിക്കുന്ന അസുരനാണ് ശംഖാസുരൻ എന്നും പറഞ്ഞ് പഞ്ചജംഗ എന്നും പറയും. പഞ്ചജംഗ അല്ലെങ്കിൽ പഞ്ചകൻ എന്നും പറയും. അങ്ങനെ പല പേരിലും ഇങ്ങനെ കേൾക്കാറുണ്ട്. പഞ്ചജംഗ അല്ലെങ്കിൽ പഞ്ചകൻ, ശംഖാസുരൻ. അപ്പൊ ഇദ്ദേഹമാണ് വന്ന് ശംഖിന്റെ രൂപത്തിൽ, ശംഖിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പഞ്ചകനെ അന്വേഷിച്ച് ഭഗവാനും ബലരാമൻ സമുദ്രത്തിന്റെ അടിത്തട്ടിലെത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ വളരെ പ്രകാശമുള്ള ശംഖ് കണ്ടു. അതിന്റെ ഉള്ളിൽ നിന്ന് എന്താണ് ഈ ശംഖാസുരനെ പുറത്തെടുത്ത് വധിച്ചു. പക്ഷെ അവിടെ എങ്ങും ഈ സാന്ദീപനി മഹർഷിയുടെ പുത്രനെ കണ്ടില്ല. അങ്ങനെ ഭഗവാനും ബലരാമനും കൂടി അവിടെ പോയി യമലോകത്ത് ചെന്നു. എന്നിട്ട് ഈ ഭഗവാന്റെ കയ്യിൽ ഈ ശംഖ് വന്നപ്പോൾ അതിനെ പേരെന്തായി, പാഞ്ചജന്യം എന്നായി. ഈ പഞ്ചകൻ എന്ന നാമമായ ഈ ശംഖിനെ പാഞ്ചജന്യം എന്നായി ഭഗവാന്റെ കയ്യിൽ ഈ ശംഖ് വന്നപ്പോൾ. ഭഗവാൻ ബ്രഹ്മൽ ഈ പറയുന്ന യമലോകത്ത് എന്നിട്ട് ശംഖ് വിളിച്ചു. ഈ പാഞ്ചജന്യം ഊതി കഴിഞ്ഞപ്പോൾ യമദേവൻ വന്ന്, യമധർമ്മരാജാവ് വന്നിട്ട് ഇദ്ദേഹത്തിന് ഉപചാരങ്ങളൊക്കെ അർപ്പിച്ചിട്ട് യമദേവനോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ചെയ്തത്, എത്രയും വേഗം ഇദ്ദേഹത്തെ വിടാനുണ്ട്. അതായത് ഈ സാന്ദീപനി മഹർഷിയുടെ പുത്രനെ അവിടുന്ന് തിരിച്ചു തരാനുണ്ട്. അങ്ങനെ യമരാജാവിന്റെ അടുക്കൽ നിന്ന് സാന്ദീപനി മഹർഷിയുടെ പുത്രനെയും കൊണ്ട് വന്ന് തിരിച്ച് സാന്ദീപനി മഹർഷിക്കും പത്നിക്കും ഗുരുദക്ഷിണയായിട്ട് സമർപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് പാഞ്ചജന്യത്തിന്റെ കഥ. അതുപോലെ തന്നെ ദേവദത്തം ആരുടെയാണ്? അർജുനന്റെയാണ്. അർജുനന് ആര് കൊടുത്താണ്? അർജുനന് ആര് കൊടുത്താണ്? വരുണദേവൻ. അപ്പോൾ ഭീമന്റെ ശംഖിന്റെ പേരെന്താണ്? പൗണ്ഡ്രം. അത് എവിടെ വെച്ച് കിട്ടിയാണ്? ഭീമന് ഒരു 10,000 ആനകളുടെ ശക്തി കിട്ടിയില്ല. അത് എവിടെ വെച്ചാണ് കിട്ടിയത്? ഞാൻ കഴിഞ്ഞ ദിവസം ആ കഥ പറഞ്ഞതാ. പാതാളത്തിൽ പോയപ്പോഴും. അതായത് ഭീമനെ ആര് വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചു? ദുര്യോധനൻ വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ഭീമനെ എന്നിട്ട് എന്ത് ചെയ്തു? ഗംഗാ നദിയിൽ കൊണ്ട് ഇട്ടു. അപ്പൊ ഗംഗാ നദിയിൽ നിന്ന് നേരെ ഭീമൻ എന്താണ് നാഗലോകത്തേക്ക് താഴ്ത്തപ്പെട്ടു. നാഗലോകത്ത് ചെന്നപ്പോൾ നാഗങ്ങളാണ് എന്താണ് അവിടുന്ന് ദിവ്യ ഔഷധം കൊടുത്തിട്ട് അത് ഈ മറുവശം കൊടുത്തു. ഈ വിഷത്തിനെതിരെയുള്ള വിഷം കൊടുത്തു. അപ്പൊ ആ വിഷം കഴിച്ചു കഴിഞ്ഞപ്പം വിഷത്തിനെതിരെയുള്ള വിഷമായിട്ട് അങ്ങനെ ഭീമന്റെ ജീവൻ കിട്ടി. അത് കഴിഞ്ഞ് അവർ വിശിഷ്ടമായ പാനീയം ഭീമന് ഭക്ഷിക്കാൻ കൊടുത്ത് അതിലെ എന്താണ് കുറെ തട്ടത്തിൽ ഇതിരിക്കുകയായിരുന്നു. ഭീമൻ അത് കുറെ എണ്ണം എടുത്ത് കഴിച്ചു. അങ്ങനെ 10,000 അപ്പോഴത്തേനും അവർ നാഗങ്ങളെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അത് ഭീമൻ അതിലെ എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിൽ എടുത്ത് കഴിച്ചാൽ 1000 ആനയുടെയാണ്. അങ്ങനത്തെ 10 എണ്ണം കണ്ടെടുത്ത് ഭീമൻ എടുത്ത് ഒറ്റ വായിലെടുത്ത് ഭക്ഷിച്ചു. അങ്ങനെ 10,000 ആനകളുടെ ശക്തി കിട്ടി ഭീമന്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് നാഗലോകത്ത് നിന്ന് തിരിച്ചു വരുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ആ നാഗലോകത്ത് നിന്ന് കിട്ടുന്നതാണ് ഈ പറയുന്ന പൗണ്ഡ്രം എന്ന് പറഞ്ഞ ശംഖ്. ഭീമന് സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് അവര് പൗണ്ഡ്രം. അപ്പം നമുക്കിപ്പോ ശംഖിന്റെ കാര്യമെല്ലാം പറഞ്ഞു. ഭഗവാൻ ഋഷികേശൻ എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? വൃഗോദരൻ എന്ന പേര് വരാൻ കാരണം എന്താണ് എന്ന് പറഞ്ഞു. അതിശക്തിശാലിയാണ്. മൃഗത്തിന്റെ ഉദരം പോലെ അധിക ഭക്ഷണം കഴിക്കും. അതുപോലെ അമിത ശക്തിശാലിയുമാണ്.
പിന്നെ എന്താണ് ധനജ്ഞൻ എന്നുള്ള പേര് അർജുനന് എങ്ങനെ വന്നു, അതുപോലെ തന്നെ ഭഗവാൻ എങ്ങനെ ഈ പാഞ്ചജന്യം എന്നുള്ള ശംഖ് ഭഗവാന്റെ കയ്യിലായി എന്നും നമ്മൾ മനസ്സിലാക്കി. അടുത്ത 16-ാമത്തെ ശ്ലോകം. അനന്ത വിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരാം നകുല സഹദേവശ്ച സുഘോഷമണി പുഷ്പകൗം കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹോരഥാം ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകീശ്ചാപരാജിതാം ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥ്വീപതേ സൗഭദ്രശ്ച മഹാബാഹു ശങ്കാൻ ദത്മൗ പൃഥക് പൃഥക്. എന്തൊക്കെയാണ്? അനന്ത വിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷമണി പുഷ്പകൗ കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹോരഥ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകീശ്ചാപരാജിത ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥ്വീപതേ സൗഭദ്രശ്ച മഹാബാഹു ശങ്കാൻ ദത്മൗ പൃഥക് പൃഥക്. ആരാണ് വായിക്കുന്നത്? ഇനി വായിക്കാനുള്ളത് ഭാരതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനന്ത വിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുല സഹദേവശ്ച സുഘോഷമണി പുഷ്പകൗ കാശ്യം ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിച്ഛ പരാജിതഃ ദ്രുപദോ ദ്രൗപദേയാ ച സർവശഃ പൃഥ്വീപതേ സൗഭദ്രൻ ച മഹാബാഹു ശംഖാൻ ദത്മോ പൃഥക് പൃഥക്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് സമയക്കുറവായതുകൊണ്ട് ഞാനത് ഇനി എല്ലാവരെ കൊണ്ടും വായിപ്പിക്കുന്നില്ല. പൃഥ്വീപതേ രാജാവേ രാജാവും കുന്തിപുത്രനുമായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖും നകുല സഹദേവാച്ച നകുലന് സഹദേവൻ സുഘോഷമണി പുഷ്പകു സുഘോഷം മണിപുഷ്പക എന്നീ ശംഖങ്ങളെയും മഹേശ്വാസ വില്ലാളി വീരനായ കാശി രാജാവ് മഹോരഥ ആയിരങ്ങളോട് പടപൊരുതാൻ ശേഷിയുള്ള ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്ന ദ്രുപദ രാജാവിന്റെ മകൻ വിരാടനും അജ്ഞാതവാസകാലത്ത് പാണ്ഡവർക്ക് ആശ്രയം നൽകിയ രാജാവ് അപരാജിത ഒരിക്കലും തോൽക്കാത്തവനായ സാത്വികൻ ദ്രുപദ പാഞ്ചാല രാജാവും ദ്രൗപദി പുത്രന്മാരും മഹാബാഹു കയ്യൂപ്പുള്ളവനായ സുഭദ്രാപുത്രന് സർവശ എല്ലാവരും പൃഥക് വെവ്വേറെ ശങ്കാൻ ദത്മു ശംഖുകൾ ഊതി. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖൂതി. നകുല സഹദേവന്മാർ സുഘോഷ മണിപുഷ്പങ്ങളും വില്ലാളി വീരനായ കാശിരാജവും മഹോരഥനായ ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നൻ വിരാടൻ തോൽവി പിണയാത്ത സാത്യകി ദ്രുപദൻ ദ്രൗപദി പുത്രന്മാർ മഹാബാഹുവായ സുഭദ്രാപുത്രൻ എന്നിവരും ശംഖനാഥം മുഴക്കി. ഓരോരുത്തരും അവരവരുടെയുള്ള ശംഖുനാഥങ്ങള് മുഴക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ നമുക്ക് അറിയാവുന്ന 3-4 പേരുടെ ശംഖ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. യുധിഷ്ഠിരന്റെ ശംഖ് അനന്തവിജയം എന്ന് പറഞ്ഞ എന്താണ്? അത് ഒരുപാട് ദൂരത്തിൽ ഇതിന്റെ ധ്വനി പോകുന്നു. അപ്പൊ അവിടെ എല്ലാം തന്നെ ആ വിജയകാഹളം മുഴങ്ങുന്നു. അതുപോലെ തന്നെ അടുത്ത എന്താണ്? ശംഖൂതി. പിന്നെ എന്താണ്? നകുല സഹദേവന്മാർ സുഘോഷവും എന്താണ്? മണിപുഷ്പകവും. നകുല സഹദേവൻ, ഒരാള് നകുലന്റെ സുഘോഷം, മറ്റേ ആളുടെ സഹദേവന്റെ മണിപുഷ്പകം. ഇതാരാണ് അവർക്ക് കൊടുത്തത്? അവരുടെ പിതാവ് ആരായിരുന്നു? അശ്വനി ദേവന്മാര്. അശ്വിനി ദേവകള് കൊടുത്ത ശംഖാണ് സുഘോഷവും മണിപുഷ്പകവും. നല്ല പേരാണല്ലേ, സുഘോഷവും മണിപുഷ്പകവും. പിന്നെ അടുത്തത് പിന്നെ ആരുടെയാണ്? ഭീഷ്മദേവന്റെ ശംഖിനെ പറ്റി അറിയാമോ? ഗംഗാനാം എന്നാണ് ശംഖിന്റെ പേര്. അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഗംഗാനാം, അത് ഗംഗാദേവി, സ്വന്തം മാതാവായ ഗംഗാമാത കൊടുത്തതാണ് ഈ പറയുന്ന ശംഖ്, ഗംഗാനാം. അതുപോലെ തന്നെ ദുര്യോധനന്റെ ശംഖിന്റെ പേര് വിദാരക് എന്നാണ്. വിദാരക. ഗാന്ധർവ
ഗാന്ധാരിയുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്ന് കിട്ടിയാണ് അദ്ദേഹത്തിന് ഈ ശംഖ്. വിദാരഥ. അതുപോലെ കർണന്റെ ശംഖിന്റെ പേര് ഹിരണ്യഗർഭ എന്നാണ്. കർണൻ ആര് കൊടുത്താണ്? അദ്ദേഹത്തിന്റെ പിതാവായ സൂര്യദേവൻ കൊടുത്താണ്. ദൃഷ്ടദ്യുമ്നന്റെ ശംഖിന്റെ പേര് യമഘോഷം എന്നാണ്. ദൃഷ്ടദ്യുമ്നന്റെ ആരാണ്? ദൃഷ്ടദ്യുമ്നൻ ദ്രുപദന്റെ മകൻ, ദ്രൗപദിയുടെ സഹോദരൻ. അദ്ദേഹം എവിടെ നിന്നാണ് വന്നത്? അഗ്നികുണ്ഡത്തിൽ നിന്നാണ് അല്ലെ? യജ്ഞകുണ്ഡത്തിൽ നിന്നാണ് വന്നത്. അപ്പൊ അവിടെ നിന്ന് തന്നെ അദ്ദേഹത്തിന് കൂടെ കിട്ടിയതാണ് ഈ ശംഖ്. എന്താ പേര്? യമഘോഷ്. യമഘോഷം. യമഘോഷം. നമ്മള് ഭീഷ്മദേവരുടെ ശംഖിനെ പറ്റി മനസ്സിലാക്കി. ദുര്യോധനന്റെ ശംഖ്, പിന്നെ കർണന്റെ ശംഖ്, ദൃഷ്ടദ്യുമ്നന്റെ ശംഖ്. ബാക്കിയുള്ളവരുടെ ശംഖിനെ പറ്റിയൊന്നും അധികം പ്രതിപാദിക്കുന്നില്ല. അത് ചിലപ്പോൾ ഒരു പക്ഷെ മഹാഭാരതത്തിൽ നിന്ന് അറിയാമായിരിക്കും. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കർണന്റെ ഹിരണ്യഗർഭ. ദൃഷ്ടദ്യുമ്നന്റെ യമഘോഷ്. കർണന് സൂര്യദേവനിൽ നിന്ന് കിട്ടി കേട്ടോ. അടുത്തത് യുധിഷ്ഠിരന്റെ ശംഖ് ആരാ കൊടുത്തത്? അത് പറഞ്ഞു അറിയില്ല. യുധിഷ്ഠിരന്റെ ശംഖ് ആരാണെന്ന് നമുക്ക് നോക്കിയിട്ട് കിട്ടുന്നില്ല. ദേവദത്തമാണ്. അർജുനന്റെ ശംഖ് കൊടുത്തത് വരുണദേവനാണ്. അർജുനന് ദേവദത്തം കിട്ടിയ വരുണദേവനാണ്. അനന്തവിജയം കൊടുത്തത് ആരാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ യമധർമ്മദേവനായിരിക്കാം, എനിക്കറിയില്ല. അപ്പം നമ്മൾ ഓരോരുത്തരുടെ ശംഖ് പ്രത്യേകം കണ്ടു അല്ലേ? അതുപോലെ തന്നെ പിന്നീട് നമുക്ക് അറിയാൻ വയ്യാത്ത ശംഖിന്റെ പേര് ഇതിനകത്ത് പറയാത്തതുണ്ട്. വില്ലാളി വീരനായ കാശി രാജാവ്, മഹാരഥിയായ ശിഖണ്ഡി ഉണ്ടായിരുന്നു, ദ്രൗപദിയുടെ സഹോദരി ശിഖണ്ഡി, അതുപോലെ ദ്രൗപദിയുടെ സഹോദരനായ ദൃഷ്ടദ്യുമ്നൻ ഉണ്ടായിരുന്നു, വിരാടൻ ഉണ്ടായിരുന്നു. വിരാട രാജാവ് ആരാണ്? ഉത്തരയുടെ ഒക്കെ അച്ഛൻ. പിന്നെ അടുത്തത് എന്താണ്? തോലി പിണയാത്ത സാത്യകി. പിന്നെ ദ്രുപദൻ ഉണ്ടായിരുന്നു, ദ്രൗപദിയുടെ അച്ഛൻ. പിന്നെ ദ്രൗപദിയുടെ 5 പുത്രന്മാരെ, മഹാബാഹുവായ സുഭദ്രാപുത്രനായ അഭിമന്യു എന്നിവരും അവരുടേതായ ശംഖുകൾ പ്രത്യേകം ഊതി. അടുത്തത് ശാന്തകുമാരി മാതാജി, എന്റെ ഭാവാർത്ഥം ഒന്ന് വായിച്ചോളൂ. മാതാജി ഉണ്ടോ? രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. പാണ്ഡുപുത്രന്മാരെ വഞ്ചിച്ച് തന്റെ മക്കളെ രാജസിംഹാസനത്തിൽ വാഴിക്കാനുള്ള ഈ ദുരുപദിഷ്ടമായ ശ്രമം നല്ലതിനല്ലെന്ന് സഞ്ജയൻ നയപൂർവം ധൃതരാഷ്ട്രരെ അറിയിക്കുകയാണ്. മഹായുദ്ധത്തിൽ കുരുവംശം പാടെ നശിക്കുമെന്നുള്ള ലക്ഷണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മുതുമുത്തച്ഛനായ ഭീഷ്മർ മുതൽക്ക് അഭിമന്യു തുടങ്ങിയ പൗത്രന്മാർ വരെയുള്ളവരും അന്യരാജ്യങ്ങളിൽ നിന്ന് വന്നു ചേർന്ന രാജാക്കന്മാർ ഉൾപ്പെടെ അസംഖ്യം പേരും ഈ രണാങ്കണത്തിലുണ്ട്. എല്ലാവരും മരണത്തിന് വിധിക്കപ്പെട്ടവർ. തന്റെ പുത്രന്മാരുടെ ദുർനയങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ധൃതരാഷ്ട്ര രാജാവാണ് ഭീകരമായ ഈ വിപത്തിന് ഉത്തരവാദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ ഈ പറയുന്ന ഓരോ ശംഖുനാദത്തിലും സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇത് ഈ കുരുവംശം അല്ലെങ്കിൽ ഈ കൗരവരുടെ ആ ഒരു വിജയം എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും കാണണ്ട. ഇത് ഭഗവാൻ എവിടെയോ നിൽക്കുന്നു, അവിടെ വിജയം സുനിശ്ചിതമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. താങ്കൾ നിരൂപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം ഇപ്പോൾ വേണമെങ്കിൽ അവസാനിപ്പിക്കാൻ പറ്റും. എന്തിനാണ് സ്വന്തം പുത്രന്മാരുടെ മൃത്യുവിന് വേണ്ടിയിട്ട് പിതാവ് ഈ ഒരു സാഹസത്തിന് ഒരുങ്ങുന്നത്? മഹാരാജാവല്ലേ, മഹാരാജാവിന് എന്ത് ആജ്ഞയും സ്വീകരിക്കാമല്ലോ. അപ്പൊ എന്തിനാണ് എന്നുള്ള ആ ഒരു കാര്യങ്ങൾ സഞ്ജയൻ വളരെ വ്യക്തമായിട്ട് സൂചനകൾ നൽകുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ആ ശ്ലോകങ്ങളിൽ എത്തുമ്പോഴും സഞ്ജയൻ പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര ശത്രശ്രീർ വിജയീർഭൂത ധ്രുവാനീതിർമതിർമമ. ധ്രുവാനീതിർമതിർമമ എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല അല്ലെ? ഒരു സംശയത്തിന് എവിടെ യോഗേശ്വരനായ ശ്രീകൃഷ്ണനുണ്ടോ
എവിടെ വില്ലാളിവീരനായ അർജുനുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഓരോ ശ്ലോകങ്ങളിൽ കൂടെയും സഞ്ജയൻ ഈ ഇതുപോലെ തന്നെ ഇവരുടെ ശംഖങ്ങളും ആ ശംഖത്തിന് നാദം കേട്ടാൽ തന്നെ ശത്രുക്കളൊക്കെ വീഴും. അത്രയ്ക്ക് പവർ ആയിട്ടുള്ള ശംഖുകളുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളവര്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇത് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് ആ സന്ദേശം കൊടുക്കുന്നുണ്ട്. പക്ഷെ ധൃതരാഷ്ട്ര ഈ ഭഗവത്ഗീത കേട്ടിട്ട് എന്തെങ്കിലും ഫലം ഉണ്ടായോ? ഈ 700 ശ്ലോകങ്ങളും കേട്ടിട്ട് അദ്ദേഹത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അതുപോലെ തന്നെ എൻ്റെ ഒരു പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും എല്ലാം തന്നെ ഭഗവത്ഗീത കഴിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ള ഒരു പ്രാർത്ഥനയും ഒരു അമിതമായ അത്യാഗ്രഹവും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഭഗവത്ഗീത എല്ലാവരും മനനം ചെയ്യണം, പഠിക്കണം. വീട്ടിൽ ചെന്നിരുന്ന് അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് എടുത്തൊന്ന് മറിച്ച് നോക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു പ്രശ്നോത്തരിയുടെ അന്ന് വന്നിരുന്നിട്ട് ഇത് പ്രഭു പറഞ്ഞിരുന്നതാണല്ലോ, ഇത് എനിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ലല്ലോ, ആ ഒരു രീതിയിലേക്ക് വരരുത്. ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. പിന്നെ നമ്മൾ അത് ഏതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നോ അതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നും എൻ്റെ ഒരു അഭ്യർത്ഥനയും പ്രാർത്ഥനയുമാണ്. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. സമയമായി, കൃത്യസമയം, ഞാൻ കറക്റ്റ് സമയത്ത് നിർത്തിയിരിക്കുന്നു. അർജുനന്റെ തേരിന്റെ കാര്യം പറഞ്ഞു. അതിന്റെ പേരെന്താ പ്രഭുജി, അറിയാമോ? അർജുനന്റെ തേര്, അഗ്നി ഭഗവാൻ തേര്. അർജുനന്റെ തേരല്ലേ? തേരിനൊരു പേരുണ്ടായിരുന്നു. അത് ഒരാൾ കൊടുത്തതാണ്. അഗ്നി ഭഗവാൻ സൂര്യൻ കൊടുത്തതാണ് അർജുനന്. ഈ കർണന്റെ ശംഖ് അറിയണം. കർണന്റെ ശംഖ് അത് സൂര്യദേവൻ കൊടുത്താണ്. ഈ അർജുനന്റെ തേര് ആര് കൊടുത്താണെന്ന് എനിക്ക് ഓർമ്മയില്ല മാതാജി, ഞാൻ നോക്കിയിട്ട് പറയാം. അഗ്നി ഭഗവാനാന്നാ പറഞ്ഞ. അഗ്നി ഭഗവാൻ കൊടുത്താണെന്ന്. അതെ, അഗ്നി ഭഗവാൻ കൊടുത്ത തേര് അല്ല. അഗ്നി ഭഗവാൻ കൊടുത്തത് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന എന്താണ്, അദ്ദേഹത്തിന്റെ അടിക്കുന്ന വില്ലാണ്. അതെന്താണ്? തേര് കൊടുത്തു പ്രഭു. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന വില്ലിന്റെ പേരെന്താണ്? ഗാണ്ഡീവം. ഗാണ്ഡീവം കൊടുത്തത് അഗ്നി ഭഗവാനാണ്. അതെനിക്കറിയാം. മറ്റേതിന്റെ കാര്യം എനിക്ക് ഓർമ്മയില്ല മാതാജി. പേരും അഗ്നി ഭഗവാൻ തന്നെ കൊടുത്തിരിക്കുന്നത് തോന്നുന്നു. അതെയോ? ഗാണ്ഡീവം എനിക്കറിയാം. ഗാണ്ഡീവധാരയ അർജുനൻ ഈ പറയുന്ന അജ്ഞാതവാസകാലത്ത് ഈ പറയുന്ന അഗ്നിയെങ്കിൽ സമർപ്പിച്ചിരിക്കുവായിരുന്നു ഈ പറയുന്ന ഗാണ്ഡീവം. അത് കഴിഞ്ഞിട്ട് അവസാനം ഈ ഉത്തരരാജ്യത്ത് വേഷം മാറി ഈ ബൃഹന്തളയായിട്ടിരിക്കുന്ന സമയത്ത് ഇവര് വന്ന് യുദ്ധത്തിനായിട്ട് വരുന്നുണ്ട്. ഉത്തരരാജ്യത്തിൽ വിരാട രാജ്യം ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഈ ഉത്തരൻ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ബൃഹന്തള കുതിരയെ ഓടിച്ച് നയിക്കുന്നുണ്ട്. അപ്പൊ ഈ ഗാണ്ഡീവം അഗ്നിയിൽ നിന്ന് എടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത് അർജുനൻ. ഭഗവാന്റെ തേരിന്റെ പേര് അറിയാമോ പ്രഭു? ഇവർ രണ്ടും ഒരു തേരിലാണ്, വേറെ വേറെ തേരിലല്ല. ഒറ്റ തേരേ ഉള്ളൂ. ഒറ്റ തേരേ. ഭഗവാന്റെ പാർത്ഥസാരഥി, അതല്ലേ ഭഗവാന്റെ പേര്? അതുകൊണ്ടാണ് ഭഗവാന്റെ പാർത്ഥസാരഥി എന്നുള്ള പേരിൽ ഈ പാർത്ഥന്റെ സാരഥി. പ്രഭു, ഭീഷ്മദേവന്റെ ശംഖ്, ഒന്ന് രണ്ട് ഡൗട്ട് ഉണ്ട്. ഭീഷ്മദേവന്റെ ശംഖിന്റെ പേര് എനിക്ക് ക്ലിയർ ആയി കേട്ടില്ല. ഗംഗാനാം. ഓക്കെ. ദുര്യോധനന്റെ പിതാരാന്ന് മാത്രം. പ്രിതാരക. ഓക്കെ. കർണന്റെ ഹിരണ്യഗർഭ. താങ്ക് യു. ഇതെല്ലാം പ്രഭു പറഞ്ഞു തരുന്ന പരീക്ഷയ്ക്ക് വായിക്കാനാ. എന്താ? പരീക്ഷയ്ക്ക് ചോദിക്കാനല്ല, നമുക്കറിയണ്ടേ. നമുക്കറിയണം, പരീക്ഷയുണ്ട്. വേറെ എന്തെങ്കിലും? പ്രഭു പറഞ്ഞ പോലെ ഓർമ്മക്കുറവാന്ന് പറഞ്ഞു. ഓർമ്മക്കുറവല്ലേ, ഓർമ്മയേ ഇല്ല. ഓർമ്മക്കുറവല്ല, ഓർമ്മയില്ല. എംബോസിഷൻ എഴുതി പഠിച്ചാൽ മതി, ഓർമ്മ വയ്ക്കും.
ഭുവന സുന്ദര അത് ആദ്യമായിട്ടൊന്ന് കേട്ടത്. ഭുവന സുന്ദര ദേവി. ഭുവനസുന്ദര. അയ്യോ, ഞാൻ ആ ഒരു ലെക്ചർ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കേട്ടിരുന്നു. അപ്പൊ ഞാൻ ആ പ്രേമലേഖനം കേട്ടിട്ട് ഞാൻ കുളിര് കോരിപ്പോയി. അതായത് അത് ആ പറയുന്ന ആളുടെ ആ ഒരു എടുക്കുന്ന ആ ഒരു രീതി കണ്ടപ്പോഴാണ്. അല്ലാതെ ചിലപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ വെറുതെ ഇങ്ങനെ കേട്ടുപോകണം അത്ര തോന്നത്തില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്ക് കുളിര് കോരി പോകും. അതായത് ഭുവനസുന്ദര, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഭാഗവതം എടുക്കുന്ന ആളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അതായത് ഒരു കമിതാവിനെ വിളിക്കേണ്ട ഏത് പേരിലാണെന്ന്? അപ്പം ഇത്രയും നല്ലതായിട്ട് ആർക്ക് പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ ഏത് വാക്കാണ് ഉപയോഗിച്ചത്? എന്റെ കാമുക, എന്റെ കമിതാവേ, എന്റെ പ്രേമഭാചനമേ, ഈ വാക്കുകളൊക്കെ ആണോ? അപ്പൊ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. പക്ഷെ അദ്ദേഹം അവസാനം പറഞ്ഞപ്പോ ഭുവന സുന്ദര എന്ന് പറഞ്ഞാൽ ഭഗവാൻ അതിലങ്ങ് വീണുപോയി ആ ഒരൊറ്റ വിളിയില്. കാര്യം കൃഷ്ണ എന്ന് വിളിക്കാൻ പറ്റുമോ? ഗോപബാലക എന്ന് വിളിക്കുമോ? ഗോപാല എന്ന് വിളിക്കാൻ പറ്റുമോ? ഗോവിന്ദ എന്ന് വിളിക്കാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. അപ്പൊ പേര് എങ്ങനെയാ വിളിക്കുന്നത്? ഒരു ഭർത്താവ് ആകാൻ പോകുന്ന ഭാവിയിൽ പേര് വിളിക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് വിളിക്കാൻ പറ്റും? അപ്പൊ അങ്ങനത്തെ ഒരു പേരും വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് പകരം രുക്മിണീദേവി കണ്ടെത്തിയാണ് ഭുവന സുന്ദര. പ്രഭു, അവിടെ ഈ നമ്മുടെ പ്രേമ വൃന്ദാവനത്തിൽ ഇപ്പൊ പൂജ നടക്കുന്നുണ്ടോ? എപ്പോഴും പൂജ എല്ലാ ദിവസവും ഉണ്ടോ? പൂജയോ? അല്ല, അവിടെ താമസം ഉണ്ടോ? താമസം പൂജ? അച്ഛനും അമ്മയും എന്റെ ചേച്ചി അവിടെ ഉണ്ട്. നല്ല പേര് പ്രഭു, നല്ല പേര് പ്രേമ വൃന്ദാവനം. അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നു. അവരവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നു. ഓ, അത് ശരി. അപ്പൊ ഇത് ദൂരം നമുക്ക് എപ്പോഴും ഗുരുവായൂർ പോയാൽ കാണാം. ഗുരുവായൂരിന്ന് 2 കിലോമീറ്റർ അടുത്താണ്. തൈക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ അതിന് മുകളിലാണ് ഇനി സൗകര്യങ്ങളൊക്കെ പണിയണം. അതിന് ലക്ഷ്മി നമുക്ക് കൂടെ വരണം. ഭഗവാന്റെ കൃപ, ഭക്തന്മാരുടെയൊക്കെ കൃപ ഉണ്ടാകണമെങ്കിൽ, ലക്ഷ്മി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മുകളില് ഭക്തന്മാർക്കൊക്കെ താമസിക്കാനുള്ള നല്ല സൗകര്യമുണ്ട്. പക്ഷെ അതൊന്ന് കെട്ടിയൊക്കെ ശരിയാക്കും. ഞാനും വരാം. സ്ഥലത്തിന്റെ പേരെന്താ പ്രഭുജി? സ്ഥലത്തിന്റെ പേരെന്താ? സ്ഥലത്തിന്റെ പേര് തൈക്കാട്. തൈക്കാട്. കളി പറഞ്ഞാലോ? തൈക്കാട്. ഓട്ടോയിൽ പോകുമ്പോഴല്ലേ ഉള്ളൂ? ഓട്ടോയിൽ പോകാനുള്ള ദൂരേ ഉള്ളൂ. 1.5 കിലോമീറ്റർ നമ്മൾ ഷോർട്ട് കട്ട് പോവുകയാണെങ്കിൽ അമ്പലത്തിലേക്ക്, കിഴക്കേ നടയിലേക്ക്, മഞ്ജുളാലിന്റെ അങ്ങോട്ടേക്ക്. പിന്നെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അതിൽ അവിടെയുള്ള പൂജാമുറിയൊക്കെ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതാണോ? പ്രഭു ഉണ്ടാക്കിയതാണോ ഒരു പൂജാമുറി പോലെ കാണുന്നത്? ഗുരുവായൂരപ്പൻ അമ്പലം പോലെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിലക്ക് മേടിച്ചതാ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന. അതുപോലെ മുകളിലത്തെ നിലയിലായിരുന്നു നമ്മുടെ സൗത്ത് വൃന്ദാവൻ ടെമ്പിളിൽ നിന്നാണ് പ്രസാദമൊക്കെ കൊണ്ടുവന്നത്. മുകളിലത്തെ നിലയിൽ ഇരുന്നിട്ടാണ് ഞാൻ പറഞ്ഞില്ല, ഓപ്പൺ ടെറസ് ആണ്. അല്ല, ഓപ്പൺ ടെറസ് അല്ല, ഇതുണ്ട്, മുഴുവൻ ഷെൽട്ടർ ഉണ്ട്. പക്ഷെ അത് എനിക്ക് മനസ്സിലായില്ല. ഒന്നും മനസ്സിലാവില്ല. കോതകുളങ്ങര ദേവീക്ഷേത്രത്തിനടുത്താണ്. അതായത് നമ്മുടെ ശ്യാമള ഹരിപ്രിയ ദേവിദാസി മാതാജിയുടെ വീടിന്റെ അടുത്താണ്. അറിയത്തില്ല എന്നാ സ്മിത മാതാജി, നമ്മുടെ ഗ്രൂപ്പിലുള്ള മാതാജിയൊക്കെ വന്നിരുന്നു. മാതാജി മോനും ഒക്കെ വന്നിരുന്നു. എനിക്കൊരു വലിയ ഭഗവാനെയാണ് അവർ കൊണ്ടുതന്നെ. നല്ല ഒരു അരയാൾ പൊക്കമുള്ള ഒരു വലിയ ഭഗവാനെയാണ് അവരെല്ലാരും കൂടെ കൂടി കൊണ്ടുതന്നത്. കോമ്പൗണ്ട് ഉണ്ടോ പ്രഭു? ഒത്തിരി സ്ഥലമുണ്ടോ? അതിന് മുകളിൽ മാതാജി ഒരുപാട് സത്സംഗമൊക്കെ ആണെങ്കിൽ 10, 60, 70 പേർക്ക് സത്സംഗം നടത്താനുള്ള സൗകര്യമുണ്ട് മുകളില്. പക്ഷെ അവിടെ ഒന്ന് കെട്ടണം. അതിന് ലക്ഷ്മി കുറച്ചാകും. അത് കാരണം ഇപ്പൊ ഞാൻ ലക്ഷ്മി ആകുന്നതിന് വരെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അതുപോലെ കുറെ പേർക്ക് ഡോർമെറ്ററി പോലെ കിടന്നുറങ്ങാനുള്ള ഒരു സംവിധാനം ഉണ്ട്. പക്ഷെ അത് അടച്ചു കെട്ടണം. ഇനി ഒരു ടോയ്ലറ്റ്, ഭഗവാന്റെ പ്രസാദം ഉണ്ടാക്കാനുള്ള സ്ഥലം, ഇതൊക്കെ ശരിയാണ്. അതിനൊക്കെ ലക്ഷ്മി ഉണ്ടെങ്കിൽ ഉണ്ടാകും. ഒന്ന് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന കേട്ടോ പ്രഭു. ഒരു മുറി ഞാൻ ബുക്ക് ചെയ്തു. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ശരിയാണ് മാതാജി. ആദ്യം ഭഗവാൻ ലക്ഷ്മി ദേവിയെ തരട്ടെ. ഭഗവാൻ ശരിയാക്കട്ടെ. ഭഗവാൻ അതിനുള്ള വ്യവസ്ഥകൾ ചെയ്താൽ ഉടനെ തന്നെ അത് ചെയ്യും. ഭക്തന്മാര് ആരൊക്കെയോ സ്പോൺസർ ചെയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവരുടെയൊക്കെ സ്പോൺസർ ഒക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ശരിയാകും.
പലരും സ്പോൺസർ ചെയ്താലേ നടക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ അത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ വരുന്നവർക്ക് അതിന്റെ മുകളിലത്തെ നിലയിൽ ഡോർമെട്രി പോലത്തെ ഒരു സ്പേസ് ശരിയാക്കുന്നുണ്ട്, ടോയ്ലറ്റും എല്ലാം. അപ്പം ഞാൻ ഗുരുപ്രഭുവിനെയൊക്കെ കൊണ്ട് കാണിച്ചിരുന്നപ്പോൾ അദ്ദേഹമൊക്കെ ഐഡിയ പറഞ്ഞു തന്നു. പ്രസാദം ഉണ്ടാക്കാനുള്ള സ്ഥലവും ഇതെല്ലാം കണ്ടു. മുകളില് ഒരുപാട് സ്ഥലമാണ് മുകളില്. അപ്പൊ മുകളിൽ ഇത് ഇട്ടിട്ടുണ്ട്. അല്ല വസ്തു ഒരുപാടുണ്ടോ അതോ ഇല്ല, കുറച്ചേ വസ്തുവില്ല. അതിന് മുകളിലത്തെ നിലയിൽ സൗകര്യമുണ്ട്. പുറത്തൂടെ ഒരു സ്റ്റെയർ കേസ് പണിയണം. പുറത്തൂടെ ഇപ്പൊ അകത്തൂടെ ഉള്ള സ്റ്റെയർ കേസാ ഉള്ളത്. അതിന് പകരം പുറത്തൂടെ സ്റ്റെയർ കേസ് ആക്കണം. എന്നിട്ട് ഈ വീട് നിൽക്കുന്നിടത്ത് ഒരുപാട് വസ്തു ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, 6 സെന്റ് സ്ഥലം. 6 സെന്റ് സ്ഥലം. അത്രയും ഉണ്ടല്ലോ. ആ അവിടെ അത്രയും വലിയ ഇതല്ല. അപ്പൊ നല്ലൊരു വീടും ഉണ്ടല്ലേ. ഉണ്ട്. ഭഗവാന്റെ കൃപ. നെന്മേനി പോകുന്നതിന് അത്രയാകും പ്രഭു. പിന്നെ ഇത്രയും കിലോമീറ്റർ ഉണ്ട്, 2 കിലോമീറ്റർ. നെന്മേനി ബലരാമന്റെ അമ്പലത്തില്. ബലരാമന്റെ അമ്പലത്തിൽ പോകാനായിട്ട് എനിക്ക് അറിയില്ല മാതാജി. നെന്മേനി എന്ന് പറയും. നെന്മേനി ഞങ്ങൾക്ക് എപ്പോ ചെന്നാലും പോകും. ഒരു തിരുപ്പതി ക്ഷേത്രം ഉണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ പോകാൻ നോക്കിയിട്ട് അങ്ങോട്ടേക്കുള്ള വഴികളെല്ലാം അടച്ചിരിക്കുകയായിരുന്നു ട്രാഫിക് കാരണം. തിരുപ്പതി ഉണ്ട്. തിരുപ്പതി ക്ഷേത്രം ഉണ്ട്. തേങ്ങ അടയ്ക്കുന്നൊക്കെ അമ്പലം ഉണ്ട്, അവിടെ ഉണ്ട്. പക്ഷെ ഇതല്ല നെന്മേനി, പിന്നെ ബലരാമന്റെ അമ്പലം. ഇവിടെ ചെല്ലുന്നവര് അവിടെ പോകണമെന്നാ പറയുന്നത്. ഞങ്ങള് പോയി. അപ്പൊ നമ്മുടെ അടുത്തുള്ള സ്ഥലപ്പേരാണ് ബ്രഹ്മകുളം. അടുത്തടുത്താ പ്രഭു. സ്പേസ് പറഞ്ഞെങ്കിൽ എല്ലാം അടുത്തടുത്തടുത്ത 2 കിലോമീറ്ററിനകത്തൊക്കെ ഉള്ളത്. ബ്രഹ്മകുളത്തുള്ള മില്ലുംപടിയിലേക്ക് 5 മിനിറ്റ് നടന്നാൽ മതി നമ്മുടെ വീട്ടിൽ നിന്ന്. ഓ ശരി. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ അവിടുന്ന് ബസ്സുണ്ട്. ബ്രഹ്മകുളം വഴി പോകുന്ന ബസ്സിൽ കയറി മില്ലുംപടിയിൽ ഇറങ്ങി 5 മിനിറ്റ് നടന്നാൽ വീട്ടിലെത്താം. അവിടെ അച്ഛനോ മീൻസ് ചേച്ചിയോ ആരാ പ്രഭുവിന്റെ? എന്റെ ചേച്ചി 3 പേരാണ്. നമ്മുടെ കൂടെ സത്സംഗത്തിന് വന്ന പ്രദീപ് പ്രഭുവാണ് അവിടെ ഇപ്പം എന്തെങ്കിലുമൊക്കെ സേവയൊക്കെ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നത്. പ്രദീപ് പ്രഭു എന്ന് പറഞ്ഞാൽ അറിയാമോ? സ്മിത മാതാജി കൂടെ വന്നൊരു പ്രഭുവിനെ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം, ഇപ്രാവശ്യം അല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ. ഓർമ്മയുണ്ട്. ബ്രദർ ഇൻ ലോ അല്ലേ? അത് തന്നെ. അന്ന് നമുക്ക് പാചകം ചെയ്തു തന്ന ഒരു പ്രഭു ഒക്കെ ഉണ്ടല്ലോ, പുള്ളിയൊക്കെ നാമം ചെല്ലുന്ന ഞാൻ കണ്ടായിരുന്നു. അവരൊക്കെ വന്നിരുന്നു. ആ മാതാജി വന്നിരുന്നു, ആ പ്രഭു വന്നിരുന്നു. അദ്ദേഹത്തിന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം വന്നു. പിന്നെ സുകുമാരൻ പ്രഭുവിന്റെ കീർത്തനം, സുകുമാരൻ പ്രഭുവും നീന മാതാജി നല്ല ഗംഭീര കീർത്തനായിരുന്നു. സുകുമാരപ്രഭു പ്രാവശ്യം പിന്നെ അവിടെ അമ്പലപ്പുഴ എന്നൊരു കീർത്തനം ചൊല്ലി. എന്ത് നല്ലയായിരുന്നു കേൾക്കാൻ. മതിമറന്നുപോയി അവിടെ. സത്യം എന്റെ ഗുരുപ്രഭുവിന് ഇതിനു പരം ഒരു ആനന്ദം ഉണ്ടായിട്ടില്ല. ഗുരുപ്രഭു പറഞ്ഞു എന്റെ മനസ്സും എല്ലാം നിറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ നന്നായിട്ടൊന്ന് അനുഗ്രഹിച്ചു. അപ്പം ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി. അല്ലെങ്കിൽ ഗുരുപ്രഭുവിന് ഭയങ്കര സന്തോഷമായെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് സന്തോഷമായി കഴിഞ്ഞാൽ തന്നെ ഭഗവാന് സന്തോഷമായ പോലെ തന്നെയാണ്. അപ്പം 7 വർഷമായിട്ട് എന്നെ പഠിപ്പിച്ച് ഇപ്പം നാട്ടിൽ വിരമിച്ച് നാട്ടിലേക്കാണ് അദ്ദേഹം വന്നു. തലേദിവസം എത്തി. അവിടെ അദ്ദേഹത്തിന്റെ കൂടെ കഴിയാൻ പറ്റി. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ അമ്പലത്തിൽ പോയി. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ. ഒരുപാട് തിരക്കായ കാരണം ചിലരെ ഒന്നും വിളിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ചില പരിഭവങ്ങളൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാ, ഗുരുവായൂരപ്പന്റെ മണ്ണിൽ ഒരു സ്ഥലം കിട്ടിയില്ലേ? ഭാഗ്യം. അതിൽ പരം ഭാഗ്യം എന്താ വേണ്ടത്? ആഴ്ചയിലൊരിക്കലെങ്കിലും ഗുരുവായൂർ പോകാമല്ലോ. പോകുന്നവർക്ക് എന്നും പോകാം, അല്ലാത്തവർക്ക് ആഴ്ചയിലൊരിക്കലെങ്കിലും പോകാം. ഗുരുവായൂരപ്പൻ പിറന്നാളിന് പിന്നെ പ്രഭുജിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ്. അത് തന്നെയാണ്. ഗിഫ്റ്റ് അല്ല, ഗിഫ്റ്റാണ്, ഭഗവാൻ തന്ന ഗിഫ്റ്റാണ്. പക്ഷെ കുറെ നാളത്തേക്ക് ഞാൻ ബാധ്യതക്കാരനുമായി. പക്ഷെ അതും ഒരു ഭയങ്കര മിറാക്കിളാണ്. ഈ സ്ഥലം കണ്ടിട്ട് പോന്നപ്പം ഭഗവാന്റെ കിഴക്കേ നട വെച്ച് മഞ്ജുളാന്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ വാക്ക് പറയുന്നത്. വാക്ക് പറഞ്ഞ ഒരു 1000 രൂപ എടുത്ത് കൊടുത്തു. അപ്പൊ ഇനി എങ്ങനെ ഉണ്ടാകും, പൈസ ഉണ്ടാകും, എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പോകുന്ന വഴിക്ക് ബാങ്ക് മാനേജർ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു. നിങ്ങൾ നേരത്തെ ഒരു ലോൺ ചോദിച്ചിട്ടില്ലായിരുന്നു, ഇപ്പൊ നാട്ടിലെത്തിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നാട്ടിലെത്തിയില്ല, ഇങ്ങോട്ട് വന്നാൽ മതി, കുറച്ച് പേപ്പറിലൊക്കെ സൈൻ ചെയ്ത് തന്നാൽ ലോൺ തരാമെന്ന് പറഞ്ഞിട്ട്. ഇനി പോകുന്ന വഴി ഒരു കുറച്ചായതേ ഉള്ളൂ അപ്പൊ തന്നെ. അപ്പം എല്ലാം ഭഗവാൻ തന്നതാണ്. അതിനുള്ള ആരോഗ്യം നല്ലോണം തരട്ടെ. അപ്പൊ അത് വീട്ടിലെങ്കിലും. അതുകൊണ്ടാണ് ഞാനിപ്പോ മുകളിലായിട്ടുള്ള പ്രോജക്റ്റ് എന്താ പറഞ്ഞ അത് വെച്ചിരിക്കുന്ന കാര്യം. ഇത് തന്നെ ഒരു വലിയ എമൗണ്ട് ആണ്. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് പണിയാനായിട്ട് ഇങ്ങനെ സ്പോൺസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യും, ഉടനെ ചെയ്യും. അല്ലെങ്കിൽ
അത് കുറച്ച് ലേറ്റ് ആകും. പ്രഭുവിന്റെ വീടിന്റെ അടുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വിൽക്കാനോ അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ അറിയിക്കും. നമുക്കൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ട് മാതാജി, ഒരു ഗോശാല വിൽക്കാനുണ്ട്. 75 സെന്റ് സ്ഥലവും 75 സെന്റ് സ്ഥലമുണ്ട്. 75,000 രൂപയുള്ള സെന്റിന്. ഗോൾഡൻ ചാൻസ് ആണ്. പശുക്കളെ വേണമെങ്കിൽ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ അവർ കൊണ്ടുപോകും. അത് മുറിച്ച് വിൽക്കത്തില്ല. പിന്നെ എന്റെ വീടിനടുത്ത് ഒരു 2 ലക്ഷം രൂപയുടെ സ്ഥലം ഉണ്ടെന്ന് പ്രദീപ് പ്രഭു പറഞ്ഞു. പക്ഷെ എനിക്ക് അറിയില്ല, നമുക്ക് ആ സ്ഥലം തന്നെ അറിയില്ലല്ലോ. വഴി ചോദിച്ചു ആൾക്കാർ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ അറിയത്തില്ലാത്ത വഴി ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സെന്റിന് 2 ലക്ഷം ഉള്ളതുണ്ടെന്ന് പറഞ്ഞു. എന്റെ തൊട്ടടുത്തൊക്കെ 6.25 അവിടെ നിന്ന് കുറച്ചുകൂടെ മാറി കഴിഞ്ഞാൽ 2 സെന്റ് ഉള്ളതുണ്ടെന്ന് പറഞ്ഞു. കടല് വളരെ അടുത്താണ്, ചാവക്കാട്. ഞങ്ങൾ ബീച്ചിലും പോയി, പിള്ളേർക്കൊക്കെ ബീച്ചിൽ പോകണമെന്നും പറഞ്ഞ് അവിടെ ബീച്ചിലും പോയി. ഭഗവാന്റെ കാരുണ്യം ആ ഗുരുവായൂരുള്ള സ്ഥലത്ത് കിട്ടാന് പിന്നെ പുണ്യം. എത്ര ആഗ്രഹിച്ച് പണവും കൊണ്ട് നടന്നാലും കിട്ടണില്ല. അപ്പൊ ഇത് നമുക്ക് കിട്ടാനുള്ള ഭഗവാന്റെ അനുഗ്രഹം. അതെ അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ ആ മധുപ്രഭുവിന്റെ മാതാജിയും അങ്ങനെ അവരെല്ലാവരും നമ്മുടെ കൂടെ സ്റ്റേ ചെയ്തു. ഗുരുപ്രഭു അടക്കമുള്ള ആൾക്കാര് അങ്ങനെ ഖത്തറിൽ നിന്നുള്ള ഞങ്ങളൊക്കെ മിസ് ചെയ്തു ഫംഗ്ഷനൊക്കെ. എന്നാലും വീഡിയോയിലൊക്കെ ഞാൻ അതാണ് കാണാനുള്ള ആഗ്രഹം കൊണ്ട് വീഡിയോ അയക്കൂ പ്രഭു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉത്തമ ഭക്തി മാതാജിയും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തു അവരെല്ലാരും. അപ്പൊ അതൊരു ഉത്സവം പോലെയായിരുന്നു ഈ 3 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കിപ്പോ എന്റെ ജീവിതത്തിൽ എനിക്ക് അറിയില്ലാതെ എന്തൊക്കെ സംഭവിച്ചെന്നൊന്നും. ഇനി എന്തായാലും ഗുരുവായൂർ പോകുമ്പോ അവിടെ പോയിരിക്കും, വഴി ചോദിച്ചു പോയിരിക്കും. വഴി ഭഗവാൻ അവിടെ കൊണ്ടെത്തിക്കും. പോകാൻ മനസ്സുണ്ടെങ്കിൽ ഭഗവാൻ അവിടെ എത്തിക്കും. തീർച്ചയായിട്ടും. എപ്പോഴാന്ന് അറിയില്ല, ഗുരുവായൂർ പോകുമ്പോ ഭഗവാൻ തിരിക്കും. അത് അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ചെല്ലുക. അവിടെ ചെല്ലുന്നവരൊക്കെ അവിടെ അതുപോലെ മുകളിൽ സൗകര്യം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ റൂം എടുക്കണ്ട, നേരെ മുകളിൽ പോയി താമസിക്കുക. അതുപോലെ തന്നെ ഭജനയും ആൾട്ടർ ഇപ്പുറത്ത് സെറ്റ് ചെയ്യും. പിന്നെ അവിടെ തന്നെ നമുക്ക് ഉത്തമ ഭക്തി ആരെങ്കിലും വരുവാണെങ്കിൽ പ്രസാദമൊക്കെ ഉണ്ടാക്കി തരും. പ്രസാദം ഉണ്ടാക്കി കീർത്തനമൊക്കെ പാടി അവിടെ നിന്ന് തന്നെ അമ്പലത്തിൽ പോകാം, തിരിച്ചു വരാം. നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് വന്നാൽ മതി, എല്ലാവരുടെ പ്ലാൻ ചെയ്ത് ഗ്രൂപ്പായിട്ട് വന്നാൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുകളിലത്തേക്കിന് വേണ്ടിയിട്ട് ഭഗവാനെ വീണ്ടും സ്വാധീനിക്കുക. നമുക്ക് ലക്ഷ്മി ശരിയായ മാത്രമേ ഉള്ളൂ മുകളിൽ പണിയാനായിട്ട് പറ്റുള്ളൂ. പ്രഭു നാട്ടിൽ വരട്ടെ, അപ്പോഴത്തേക്ക് വരാം. പ്രഭു നാട്ടിൽ വരട്ടെ. ഇപ്പൊ അമ്മയും അച്ഛനും ഒക്കെ പ്രായമായിരിക്കും, അവർക്ക് ഒരു ബുദ്ധിമുട്ടാവും. എന്റെ മാതാജി, ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യത്തില്ലേ? അതില്ല, നാട്ടിൽ ലീവിന് വരാനില്ല പറയും. അല്ല, അത് ഇവിടെ ഇരുന്നും പണി ചെയ്യിക്കാം. പക്ഷെ ലക്ഷ്മി വേണ്ട, ലക്ഷ്മി. മനസ്സുണ്ടെങ്കിൽ അവിടെ എല്ലാം ഉണ്ടാവും. മനസ്സാണ് വേണ്ട ആദ്യം. ഇതും കയ്യിൽ പൈസ വെച്ചുകൊണ്ടല്ലോ നടന്നതല്ലേ? ഭഗവാൻ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തരും, എല്ലാം ഭഗവാൻ തരും. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും പ്രേയേഴ്സ് ഇനി ഉണ്ടാകണം. ഇന്ന് ഇവിടെ ദ്വാദശിയാണ്. നിങ്ങൾക്ക് നാട്ടിലാണ് ഏകാദശി, എനിക്ക് ദ്വാദശിയാണ് ഇവിടെ. അപ്പൊ നാട്ടിലുള്ള എല്ലാവർക്കും ഏകാദശി ആശംസകള്. വാഞ്ചാകൽപതരുശ്ച കൃപാസന്ധിഭ്യവച പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമോ വൈഷ്ണവനിലേക്ക് ചേരും. ഹരേ ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ.